സ്ട്രേഞ്ചർ തിങ്സ് സീരീസിന്റെ സീസൺ 1 തുടങ്ങുന്നത് യുഎസിലെ ഇന്ത്യാനയിലെ ഹോക്കിൻസ് എന്നൊരു ചെറിയ ടൗണിൽ വിൽ ബയേഴ്സ് എന്നൊരു ബോയെ കാണാതാകുന്നിടത്തു നിന്നാണ്. മിക്ക ആളുകളും ഇതൊരു സാധാരണ ചൈൽഡ് മിസ്സിംഗ് കേസായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ വില്ലിന്റെ ഫ്രണ്ട്സ് ആയ മൈക്ക് വീലർ, ഡസ്റ്റിൻ ഹെൻഡർസൺ, ലൂക്കസ് സിൻക്ലെയർ എന്നിവർ വിശ്വസിക്കുന്നത് ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ വലിയ ചില സംഭവങ്ങൾ ഉണ്ടെന്നാണ്. വില്ലിനെ കണ്ടെത്താനുള്ള അവരുടെ തിരച്ചിലിനിടെ അവർ തലമൊട്ടയടിച്ചിട്ടുള്ള വളരെ അസാധാരണ സ്വഭാവമുള്ള 11 എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ഒരു ഗവൺമെന്റ് ഫെസിലിറ്റി ആയ ഹോക്കിൻസ് നാഷണൽ ലാബിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന അവൾക്ക് അവിടെ അവളുടെ മേൽ നടത്തി വന്നിരുന്ന എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായി സൈക്കോകെനറ്റിക് എബിലിറ്റീസ് ലഭിച്ചിട്ടുണ്ട്. താൻ പരിചയപ്പെട്ട ഈ പുതിയ കൂട്ടുകാരെ വില്ലിനെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് 11 സമ്മതിക്കുന്നു. തിരിച്ച് മൈക്കും ഡസ്റ്റിനും ലൂക്കസും 11നെ ഒരു നോർമൽ കുട്ടിയെ പോലെ പെരുമാറാനും പഠിപ്പിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ മൈക്കിനും 11നും ഇടയിൽ റൊമാൻറ്റിക് ഫീലിംഗ്സ് ഡെവലപ്പ് ആകാൻ തുടങ്ങുന്നു. ശേഷം നമുക്ക് മനസ്സിലാകുന്നത് കാണാതായ വിൽ അപ്സൈഡ് ഡൗൺ എന്നൊരു വിചിത്രമായ ഓൾട്ടർനേറ്റ് ഡിമെൻഷനിൽ ട്രാപ്ഡ് ആയിരിക്കുകയാണ് എന്നാണ്. ഹോക്കിൻസ് ലാബും ഇതേ ഡിമെൻഷനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുന്നുണ്ട്. കൂടാതെ ഡെമോഗോർഗൻസ് എന്ന മോൺസ്ട്രസ് ക്രീച്ചേഴ്സിന്റെ വാസസ്ഥലം കൂടെയാണ് അപ്സൈഡ് ഡൗൺ. അപകടങ്ങൾ നിറഞ്ഞ തന്റെ ഇപ്പോഴത്തെ ലൊക്കേഷനിൽ നിന്നും വിൽ തന്റെ അമ്മയായ ജോയ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴി കണ്ടെത്തുന്നു. ജോയ്സും തുടക്കം മുതലേ തന്റെ മകന്റെ തിരോധാനത്തിന് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്ന് സംശയിച്ചിരുന്നു. ജോയ്സ് ടൗണിലെ പോലീസ് ചീഫും ഒരു ആൽക്കഹോളിക്കുമായ ജിം ഹോപ്പറിനെ ഒരു അൺകൺവെൻഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കൺവിൻസ് ചെയ്യുന്നു. എന്നാൽ ഹോക്കിൻസ് ലാബിൽ നടത്തുന്ന എക്സ്പെരിമെന്റ്സിന് വിൽ മിസ്സായതിന് ബന്ധമുണ്ടായേക്കാം എന്ന് ഹോപ്പർ സംശയിക്കാൻ തുടങ്ങുമ്പോൾ ഹയർ അതോറിറ്റീസ് അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹോപ്പറിനെ കൂടുതൽ ആഴത്തിൽ അന്വേഷണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കുകയും അയാൾ സുപ്പീരിയേഴ്സിന്റെ ഓർഡേഴ്സ് അവഗണിച്ച് സത്യം കണ്ടെത്താൻ റോഗായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം മൈക്കിന്റെ ചേച്ചിയായ നാൻസി ടൗണിലെ ഒരു പോപ്പുലർ ബാഡ് ബോയ് എന്നൊക്കെ പറയാവുന്ന സ്റ്റീവ് ഹാരിങ്ടണെ ഡേറ്റ് ചെയ്യുന്നു. നാൻസിയുടെ ഫ്രണ്ട് ബാർബ് മിസ്സിംഗ് ആവുമ്പോൾ അവൾ വില്ലിന്റെ ചേട്ടനും ഒരു ഔട്ട്കാസ്റ്റും സ്റ്റീവിന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ സ്ഥിരം ബുള്ളിംഗ് ടാർഗറ്റുമായ ജോനത്തനുമായി ഒത്തുചേരുന്നു. അവർ ഒരുമിച്ച് ടൗണിലെ വിചിത്രമായ സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ബാർബും അപ്സൈഡ് ഡൗണിലേക്ക് കടത്തപ്പെട്ടു എന്നും ഒരു ഡെമോഗോർഗനാൽ കൊല്ലപ്പെട്ടു എന്നും അവർക്കറിയില്ല. അവരെല്ലാവരും ചേർന്ന് എത്രയും വേഗം വില്ലിനെ രക്ഷിച്ചില്ലെങ്കിൽ അവനും അതേ അവസ്ഥ തന്നെ വന്നു ചേരും. സീസൺ 1 അവസാനത്തോടടുക്കുമ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനോട് കൂടുതൽ അടുത്തെത്തുകയും അതോടൊപ്പം അവർ നേരിടേണ്ട അപകടങ്ങളുടെ ഇന്റൻസിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഹോപ്പറും ജോയ്സും ചേർന്ന് ഹോക്കിൻസ് ലാബിലെ ഒരു പോർട്ടൽ ഉപയോഗിച്ച് അപ്സൈഡ് ഡൗണിലേക്ക് എൻ്റർ ചെയ്ത് വില്ലിനെ കണ്ടെത്തി രക്ഷിക്കുന്നു. തന്റെ മകൾ സാറ ക്യാൻസർ കാരണം മരിച്ചതിൽ ഇന്നും വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഹോപ്പറിന് ഒരു റിലീഫ് നൽകുന്നതിനും ഇത് കാരണമാകുന്നു. അതേസമയം നാൻസിയും ജോനത്തനും ചേർന്ന് ഡെമോഗോർഗനെ അറ്റാക്ക് ചെയ്യാനും കൊല്ലാനും ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അവർ അതിനെ ബയേഴ്സിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ സ്റ്റീവ് ഇതിനിടയിലേക്ക് വന്നു കയറുന്നു. അതോടെ അവനും മനസ്സില്ലാ മനസ്സോടെ ആ മോൺസ്റ്ററിനെ കൊല്ലാനുള്ള പ്ലാനിന്റെ ഭാഗമാകുന്നു. മൂവരും ചേർന്ന് ഡെമോഗോർഗനെ ആക്രമിച്ച് മുറിവേൽപ്പിക്കുന്നെങ്കിലും പക്ഷെ അത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിനിടെ ഹോക്കിൻസ് ലാബിന്റെ ഹെഡായ ഡോക്ടർ മാർട്ടിൻ ബ്രെന്നർ 11നെയും അവളുടെ പുതിയ ഫ്രണ്ട്സിനെയും ട്രാക്ക് ചെയ്ത് അവരുടെ സ്കൂളിൽ എത്തുന്നു. അതോടൊപ്പം ഇഞ്ചേർഡായ ഡെമോഗോർഗനും അവിടേക്ക് എത്തുകയും അത് ബ്രെന്നറിനെയും ടീമിനെയും കൊല്ലുന്നതായി നമ്മൾ കാണുന്നു. ശേഷം അത് മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ് എന്നിവർക്ക് നേരെ തിരിയുന്നെങ്കിലും 11 തന്റെ പവേഴ്സ് ഉപയോഗിച്ച് അതിനെ തോൽപ്പിക്കുന്നു. പക്ഷെ അതിനായി അവൾ സ്വയം സാക്രിഫൈസ് ചെയ്യേണ്ടിയും വരുന്നു. സീസൺ അവസാനിക്കുമ്പോൾ ഹോപ്പർ കാട്ടിലെ ഒരിടത്തേക്ക് പോവുകയും അവിടെ 11ന്റെ ഫേവറേറ്റ് ഫുഡായ എഗോ വാഫിൾസ് വെക്കുകയും ചെയ്യുന്നു. ഇത് അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. വിൽ ബയേഴ്സ് ഇപ്പോൾ സുരക്ഷിതനായി വീട്ടിലെത്തിയിരിക്കുന്നു. പക്ഷെ രഹസ്യമായി മാറി നിന്ന് ചുമയ്ക്കുന്നതിനിടെ ഒരു സ്ലഗ് പോലെ തോന്നിക്കുന്ന ക്രീച്ചറിനെ അവൻ പുറത്തേക്ക് വൊമിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം അപ്സൈഡ് ഡൗണിന്റെ ഒരു വിഷനും കാണുന്നു. അതായത് ഡേഞ്ചേഴ്സിൽ നിന്നും അവൻ ഇപ്പോഴും പൂർണ്ണമായും മോചിതനായിട്ടില്ല എന്നർത്ഥം. സ്ട്രേഞ്ചർ തിങ്സിന്റെ സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണിലെ സംഭവങ്ങൾക്ക് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ആരംഭിക്കുന്നത്. 11നുമായി എങ്ങനെയെങ്കിലും വീണ്ടും ഒന്നിക്കാം എന്ന പ്രതീക്ഷ മൈക്ക് ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷെ മറുഭാഗത്ത് വിൽ ബയേഴ്സ് ഇപ്പോൾ കൂടുതൽ അപ്സൈഡ് ഡൗൺ വിഷൻസ് കാണാൻ തുടങ്ങുന്നു. ഡസ്റ്റിനും ലൂക്കസും ആകട്ടെ നാട്ടിലേക്ക് പുതിയതായി എത്തിയ മാക്സ് എന്നൊരു പെൺകുട്ടിയോട് ഒരുപോലെ താല്പര്യം കാണിക്കുന്നു. മറ്റ് റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ്സ് നോക്കിയാൽ നാൻസിയും സ്റ്റീവും ഇപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുകയാണ്. വില്ലിന്റെ അമ്മ ജോയ്സ് ആവട്ടെ ബോബ് എന്ന വളരെ ലവിംഗ് ആയ ഒരു ജെന്റിൽമാനുമായി റിലേഷൻഷിപ്പിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 11 സത്യത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും സുഖമായി ജീവിക്കുന്നു എന്നുമാണ്. അവൾ ഇത്രയും കാലം ഹോപ്പറിനൊപ്പം ഒരു സീക്രട്ട് ക്യാബിനിൽ രഹസ്യമായി താമസിച്ചു വരികയായിരുന്നു. അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ അവിടെ രഹസ്യമായി താമസിക്കുന്നതെന്ന് ഹോപ്പർ 11നോട് ആവർത്തിച്ച് പറയുന്നെങ്കിലും അവർ രണ്ടുപേരും മാത്രമായുള്ള ഈ ജീവിതത്തിന്റെ ലോൺലിനെസ് കാരണം 11 തന്റെ പുതിയ ഫാദർ ഫിഗറിനോട് പിണക്കവും ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ട്.
ഇതൊടുവിൽ ഹോപ്പർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമങ്ങൾ ലംഘിച്ച് അവൾ മൈക്കിനെ അന്വേഷിച്ച് ടൗണിലേക്ക് എത്തുന്നതിലേക്ക് നയിക്കുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൈക്കും മാക്സും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ കാണുന്ന ഇലവൻ അവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഇനി തന്റെ പ്രണയവുമായി അവനെ സമീപിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. പകരം ഇലവൻ തന്റെ അമ്മയെ, അതായത് ജനിച്ച ഉടൻ തന്റെ അടുത്തു നിന്ന് മാറ്റപ്പെട്ട് തന്റെ ബയോളജിക്കൽ മദറിനെ അന്വേഷിച്ചു പോകുന്നു. ഒടുവിൽ അവൾ ഹോക്കിൻസ് ലാബിലെ അനുഭവങ്ങൾ കാരണം മാനസികമായി തകർന്ന് അസ്വസ്ഥയായി കഴിയുന്ന തന്റെ അമ്മയെ കാണുന്നു. ശേഷം ഇലവൻ മറ്റൊരു സെർച്ചിനായി ഇറങ്ങുന്നു. ഇത്തവണ അവൾ കണ്ടെത്തുന്നത് ഡോക്ടർ ബ്രെന്നർ എക്സ്പെരിമെന്റ്സിനായി തിരഞ്ഞെടുത്തിരുന്ന കാലി എന്ന മറ്റൊരു പെൺകുട്ടിയെയാണ്. കാലി ഇലവനെ തന്റെ സംരക്ഷണത്തിൽ എടുക്കുകയും അവളുടെ ആങ്കർ ഉപയോഗിച്ച് അവളുടെ പവേഴ്സ് ശക്തിപ്പെടുത്താൻ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് സീരീസ് പുരോഗമിക്കുമ്പോൾ വിൽ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം മൈൻഡ് ഫ്ലെയർ എന്നൊരു ദുഷ്ടനായ ഷാഡോ മോൺസ്റ്റർ അവനെ ഇൻഫെക്ട് ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. വിൽ വളരെ റാൻഡം ആൻഡ് പോയിന്റ്ലെസ് ആയിട്ടുള്ള, കണ്ടാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്ത ചിത്രങ്ങൾ വരച്ചു കൂട്ടുന്നു. പക്ഷെ അവ യഥാർത്ഥത്തിൽ ഹോക്കിൻസ് ടൗണിന്റെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന അപ്സൈഡ് ഡൗൺ ടണൽ നെറ്റ്വർക്കിന്റെ മാപ്പ് ആണെന്ന് നമ്മൾ കാണുന്നു. ഹോക്കിൻസ് ലാബ് ഇപ്പോൾ തങ്ങളുടെ മുൻകാല തെറ്റുകൾ തിരുത്താനായി സ്വയം റീബ്രാൻഡ് ചെയ്യുകയും ഡോക്ടർ ഓവൻസ് എന്നൊരു പുതിയ ഡയറക്ടറിന്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവർ ഈ അപ്സൈഡ് ഡൗൺ ടണൽസ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഈ അറ്റംപ്റ്റ്സ് വില്ലിന് ഭയങ്കരമായ പെയിൻഫുൾ എക്സ്പീരിയൻസസും മെന്റൽ ബ്രേക്ക് ഡൗൺസും ഉണ്ടാക്കുന്നു. ഇതറിഞ്ഞ് അവർ വില്ലിനെ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ അപ്സൈഡ് ഡൗൺ ടണൽസ് തകർത്താൽ മൈൻഡ് ഫ്ലെയർ ഇൻഫെക്ട് ചെയ്തിരിക്കുന്ന വില്ലിന്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന അനുമാനത്തിലേക്ക് ഡോക്ടർ ഓവൻസ് എത്തുന്നു. പക്ഷെ നമ്മുടെ കുട്ടി ഹീറോസിന് ഇപ്പോൾ വറീഡ് ആവേണ്ടത് മൈൻഡ് ഫ്ലെയറിനെ കുറിച്ച് മാത്രമല്ല. ഡെമോഡോഗ്സ് എന്ന് വിളിക്കാവുന്ന യങ് ഡെമോഗോർഗൻസിന്റെ ഒരു കൂട്ടം ഇപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഡസ്റ്റിൻ അവിചാരിതമായി അവൻ കണ്ടുമുട്ടുന്ന ഒരു ഡെമോഡോഗിനെ അഡോപ്റ്റ് ചെയ്ത് അതിന് ഡാർട്ട് എന്ന് പേരിട്ട് വളർത്തുന്നു. ഇപ്പോൾ സിംഗിളും ഹാർട്ട് ബ്രോക്കണും ആയിരിക്കുന്ന സ്റ്റീവ് ഈ ഡെമോഡോഗ്സ് ഹോക്കിൻസ് ലാബ് നശിപ്പിക്കാതിരിക്കാൻ മാക്സ്, ലൂക്കസ്, ഡസ്റ്റിൻ എന്നിവരുമായി ഒന്നിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ഡെമോഗോർഗൺ അറ്റാക്കിൽ മരിച്ച ബാർബിന് വേണ്ടി പ്രതികാരം ചെയ്യാനും അപ്സൈഡ് ഡൗണിനെ പറ്റിയുള്ള സത്യങ്ങൾ പബ്ലിക്കിനെ അറിയിക്കാനും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജോനത്തനും നാൻസിയുമായി അവർ ടീമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. അതേസമയം ഹോക്കിൻസ് ലാബിനുള്ളിൽ ഹോപ്പർ, ജോയ്സ്, ബോബ്, മൈക്ക്, വിൽ, ഡോക്ടർ ഓവൻസ് എന്നിവരെ ഡെമോഡോഗ്സ് ആക്രമിക്കുന്നു. മോൺസ്റ്റേഴ്സ് കയ്യേറിയിരിക്കുന്ന ലാബിൽ നിന്നും മറ്റുള്ളവരെ സുരക്ഷിതമായി പുറത്തു കടക്കാൻ സഹായിക്കുന്നതിനായി ഡോക്ടർ ഓവൻസ് അവിടെ തന്നെ നിന്നുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഒപ്പം തന്റെ കൂടെ ഉള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നതിനായി ഒരവസരത്തിൽ ബോബും സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യുന്നു. ഡെമോഡോഗ്സ് അവരെ പിന്തുടരുന്നതിനിടെ മുഴുവൻ ടീമും ബയേഴ്സിന്റെ വീട്ടിൽ ഒത്തുചേരുന്നു. അതോടൊപ്പം മൈക്ക് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നായിക ഇലവനും അവിടേക്ക് എത്തിച്ചേരുന്നു. അവൾ മോൺസ്റ്റേഴ്സിനെ മുഴുവൻ പരാജയപ്പെടുത്തി എല്ലാവരെയും രക്ഷിക്കുന്നു. പിന്നീട് ഒരു ചെറിയ റിയൂണിയനും സെലിബ്രേഷനും ഒക്കെ ശേഷം അടുത്തതായി മൈൻഡ് ഫ്ലെയറിനെ തോൽപ്പിക്കാൻ ഗ്രൂപ്പ് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. വില്ലിനെയും മുഴുവൻ ഹോക്കിൻസ് ടൗണിനെയും കൂടി രക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ജോയ്സും നാൻസിയും ജോനത്തനും ചേർന്ന് വില്ലിനെ ഹോപ്പറിന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മൈൻഡ് ഫ്ലെയറിന്റെ വൈറസിനെ അവന്റെ ബോഡിയിൽ നിന്നും പുറത്തു കളയാൻ അവന്റെ ശരീരത്തെ ഓവർഹീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതേ സമയം സ്റ്റീവ് ബാക്കിയുള്ള കുട്ടികളെ വൈൻ ടണൽസിലേക്ക് നയിക്കുന്നു. ഇപ്പോൾ വില്ലിന് കുഴപ്പങ്ങളൊന്നും ഏൽക്കാതെ തന്നെ അവർക്ക് ആ ടണൽസ് നശിപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഇത് ബാക്കിയുള്ള ഡെമോഡോഗ്സിനെ കൂടെ തങ്ങളുടെ അടുത്ത് എത്തിക്കാനുള്ള അവരുടെ ഒരു ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ആ സമയം നോക്കി ഹോപ്പറും ഇലവനും ഹോക്കിൻസ് ലാബിലേക്ക് മടങ്ങി പോവുകയും അപ്സൈഡ് ഡൗണിലേക്കുള്ള അവിടുത്തെ പോർട്ടൽ പെർമനന്റ് ആയി ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇലവൻ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് പോർട്ടൽ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് പാവം ഡാർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ഡെമോഗോർഗൻസിനെയും കൊല്ലുന്നു. സീസൺ 2 അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ഓവൻസ് ഹോപ്പറിന് ഇലവന് വേണ്ടി ഒരു വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇത് അവളെ ഒരു നോർമൽ ചൈൽഡായി പബ്ലിക്കിനിടയിൽ ജീവിക്കാൻ സഹായിക്കും. നാൻസിയും ജോനത്തനും ഒപ്പം ഒരു ഡിസ്ഗ്രേസ്ഡ് ജേർണലിസ്റ്റും കോൺസ്പിറസി തിയറിസ്റ്റുമായ മുറേ ബോമാനും ചേർന്ന് ലാബിന്റെ എക്സ്പെരിമെന്റ്സിനെ പറ്റി ആളുകൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതോടെ ഹോക്കിൻസ് ലാബ് പെർമനന്റ്ലി അടച്ചുപൂട്ടുന്നു. പിന്നീട് എല്ലാം നോർമലായ ശേഷമുള്ള ഒരു മിഡിൽ സ്കൂൾ ഡാൻസ് നടക്കുന്നു. അവിടെ ലൂക്കസും മാക്സും കിസ് ചെയ്യുമ്പോൾ പാവൻ ഡസ്റ്റിനെ സ്റ്റീവ് ആശ്വസിപ്പിക്കുന്നു. അതുപോലെ മൈക്കും ഇലവനും കിസ് ചെയ്യുന്നു. പക്ഷെ ഒപ്പം മൈൻഡ് ഫ്ലെയർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നും അത് അപ്സൈഡ് ഡൗണിൽ സ്കൂളിന് മുകളിൽ ടവർ ചെയ്ത് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടി ഹീറോസിനെ നിരീക്ഷിക്കുകയാണെന്ന് കാണിച്ച് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടാണ് സീസൺ 2 അവസാനിക്കുന്നത്. സ്ട്രേഞ്ചർ തിങ്സ് 3rd സീസണിൽ ഹോക്കിൻസിലെ നമ്മുടെ കുട്ടി ഹീറോസ് അവരുടെ പ്രശ്നങ്ങൾ നിറഞ്ഞ പാസ്റ്റ് ഒക്കെ മറന്ന് സാധാരണക്കാരായ ടീനേജേഴ്സ് ആകാൻ ശ്രമിക്കുന്നു. ഡസ്റ്റിൻ ഇപ്പോൾ ഒരു സമ്മർ ക്യാമ്പിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് തനിക്ക് സൂസി എന്നൊരു പുതിയ ലോങ് ഡിസ്റ്റൻസ് ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ്. പക്ഷെ അവന്റെ സുഹൃത്തുക്കൾ ഇത് അവൻ വെറുതെ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണെന്നേ കരുതുന്നുള്ളൂ.
അതേസമയം മാക്സും ലൂക്കസും ഇപ്പോൾ ഒരു ഓൺ അഗെയിൻ ഓഫ് അഗെയിൻ റിലേഷൻഷിപ്പിലാണ്. അതായത് ചിലപ്പോൾ ലവേഴ്സ് ചിലപ്പോൾ അല്ല എന്ന തരത്തിൽ. പക്ഷേ മൈക്കും ഇലവനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയി തന്നെ തുടരുന്നുണ്ട്. എത്രത്തോളം സ്ട്രോങ് എന്നാൽ ഹോപ്പർ ഒരു ഫുൾ ബ്ലോൺ ഓവർ പ്രൊട്ടക്റ്റീവ് ഫാദറായി മാറുകയും ഇലവനെ കാണുന്നത് നിർത്താൻ മൈക്കിനെ ഭീഷണിപ്പെടുത്താൻ വരെ തയ്യാറാവുന്നുണ്ട്. ഇതേ തുടർന്ന് മൈക്കിനുണ്ടാകുന്ന പേടി ആ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെയിൻ സൃഷ്ടിക്കുകയും അതിന്റെ ഫലമായി മൈക്കും ഇലവനും ബ്രേക്കപ്പ് ആവുകയും ചെയ്യുന്നു. ഹോക്കിൻസിൽ പുതിയതായി നിർമ്മിച്ച സ്റ്റാർകോട്ട് മോൾ ഇപ്പോൾ കുട്ടികൾക്ക് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഹോട്ട്സ്പോട്ടായി മാറുന്നു. നമ്മുടെ അഡൽട്ട് ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ സ്റ്റീവ് ഇപ്പോൾ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ മോളിലെ സ്കൂപ്സ് അഹോയ് ഐസ്ക്രീം ഷോപ്പിൽ ജോലിക്ക് കയറുന്നു. അവിടെ വെച്ച് അവൻ തന്റെ പുതിയ കോവർക്കറായ റോബിൻ എന്ന പെൺകുട്ടിയുമായി സൗഹൃദത്തിലാവുന്നു. ജോനത്തനും നാൻസിയും ഇപ്പോൾ ഹോക്കിൻസ് പോസ്റ്റിൽ ഇന്റേൺസ് ആണ്. ഹോപ്പറിനാകട്ടെ ജോയ്സിനോട് റൊമാൻറ്റിക് ഫീലിംഗ്സ് തോന്നുന്നുണ്ട്. പക്ഷെ ജോയ്സ് അയാളുടെ ഇത്തരം അഡ്വാൻസസ് എന്റർടൈൻ ചെയ്യുന്നില്ല. ഡസ്റ്റിൻ തന്റെ കാമുകി സൂസിയുമായി റേഡിയോ ട്രാൻസ്മിറ്റർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഒരു മിസ്റ്റീരിയസ് റഷ്യൻ ട്രാൻസ്മിഷൻ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അവൻ സ്റ്റീവ്, റോബിൻ, ലൂക്കസിന്റെ അനിയത്തിയായ എറിക്ക എന്നിവരുമായി ചേർന്ന് ആ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നു. അതിൽ നിന്നും രാത്രിയിൽ സ്റ്റാർകോട്ട് മോളിൽ റഷ്യൻസ് ചില നിഗൂഢമായ ഷിപ്മെന്റ്സ് അൺലോഡ് ചെയ്യുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. പിന്നീടുള്ള അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ മോളിന്റെ സർഫസിന് താഴെ ഒരു റഷ്യൻ ലാബിലേക്ക് നയിക്കുന്ന ഒരു ലിഫ്റ്റ് അവർ കണ്ടെത്തുന്നു. ലാബിനുള്ളിൽ അപ്സൈഡ് ഡൗണിലേക്കുള്ള ഒരു പോർട്ടൽ വീണ്ടും തുറക്കാൻ ശ്രമിക്കുന്ന റഷ്യൻ സയന്റിസ്റ്റുകളെയും അവർ കാണുന്നു. സ്റ്റീവിനെയും റോബിനെയും റഷ്യൻസ് പിടികൂടി ഇൻട്രോഗേറ്റ് ചെയ്യുന്നു. പക്ഷേ ഡസ്റ്റിനും എറിക്കയും വൈകാതെ അവരെ രക്ഷിക്കുന്നു. മരണം മുന്നിൽ കണ്ട ഈ സംഭവത്തിന് ശേഷം സ്റ്റീവ് റോബിനോട് തന്റെ പ്രണയം തുറന്നു പറയുന്നു. പക്ഷെ റോബിൻ താൻ ഒരു ലെസ്ബിയൻ ആണെന്ന സത്യം വെളിപ്പെടുത്തുന്നു. അതേസമയം ജോയ്സ് തന്റെ വീടിനും ഓഫീസിനും ചുറ്റും ഡീമാഗ്നറ്റൈസേഷൻ, അതായത് മാഗ്നറ്റിക് സാധനങ്ങൾക്ക് അവയുടെ അട്രാക്റ്റീവ് പവർ നഷ്ടപ്പെടുന്ന പ്രക്രിയ സംഭവിക്കുന്നത് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഹോപ്പറിന്റെ സഹായം തേടുകയും ചെയ്യുന്നു. ആദ്യം അവർ ഇതിന്റെയൊക്കെ ഉത്തരം തങ്ങളെ വീണ്ടും ഹോക്കിൻസ് ലാബിലേക്ക് നയിക്കും എന്നാണ് സംശയിക്കുന്നത്. പക്ഷെ പകരം ഹോക്കിൻസിന്റെ അഴിമതിക്കാരനായ മേയർ ക്ലൈനിൽ നിന്നും ചില വിവരങ്ങൾ കണ്ടെത്തുന്നു. അതായത് റഷ്യൻസ് ഇവിടെ പുതിയതായി നിർമ്മിച്ച മോൾ ഉൾപ്പെടെ ടൗണിൽ ഉടനീളം ഉപേക്ഷിക്കപ്പെട്ട പല പ്രോപ്പർട്ടീസും ചില നിഗൂഢവും ദുരൂഹവുമായ ഉദ്ദേശങ്ങൾക്കായി വാങ്ങിയിരിക്കുന്നു എന്ന വിവരം. ഒടുവിൽ ഹോപ്പറും ജോയ്സും ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കാൻ അറിയാത്ത അലക്സി എന്നൊരു പാവത്താനായ റഷ്യൻ സയന്റിസ്റ്റുമായി സൗഹൃദത്തിലാകുന്നു. ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിനായി അവർ അലക്സിയെ കോൺസ്പിറസി തിയറിസ്റ്റായ മുറേ ബൗമാന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റാർകോട്ട് മോളിന് താഴെയുള്ള അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടൽ റഷ്യൻസ് വീണ്ടും തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വിവരം അലക്സി അവരോട് കൺഫേം ചെയ്യുന്നു. പക്ഷെ ഈ സമയം ഗ്രിഗോറി എന്ന റഷ്യൻ പട്ടാളക്കാരൻ ഈ സംഘത്തെ പിന്തുടരുന്നു. അയാൾ അലക്സിയെ തങ്ങളെ വഞ്ചിച്ചതിന്റെ പേരിൽ കൊല്ലുന്നു. അതേസമയം നാൻസിയും ജോനത്തനും താൻ കൃഷിക്കായി വീട്ടിൽ വെച്ചിരിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് മുഴുവൻ കുറെ റാബിഡ് റാറ്റ്സ് കഴിക്കുന്നതിൽ ആശങ്കപ്പെടുന്ന മിസ്സ് ഡ്രിസ്കോൾ എന്ന വൃദ്ധയുടെ അടുത്തെത്തുന്നു. എന്നാൽ നഗരത്തിലുടനീളം ഇത്തരത്തിൽ എലികൾ ഫെർട്ടിലൈസർ കഴിക്കുന്നതായി കാണപ്പെടുന്നതിനാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് നാൻസിയും ജോനത്തനും കണ്ടെത്തുന്നു. താമസിയാതെ മിസ്സസ് ഡ്രിസ്കോൾ സ്വയം തന്നെയും ഫെർട്ടിലൈസർ കഴിക്കാൻ തുടങ്ങുന്നു. അതോടെ മൈൻഡ് ഫ്ലെയർ അവരെ പൊസസ് ചെയ്തിട്ടുണ്ടെന്ന് നാൻസിയും ജോനത്തനും മനസ്സിലാക്കുന്നു. അതോടൊപ്പം മാക്സിന്റെ മൂത്ത സ്റ്റെപ്പ് ബ്രദറായ ബില്ലിയെയും മൈൻഡ് ഫ്ലെയർ പൊസസ് ചെയ്തിരിക്കുകയാണ്. മൈൻഡ് ഫ്ലെയർ ബില്ലിയെ ഉപയോഗിച്ച് മറ്റ് അഫക്റ്റഡ് ആയ ആളുകളുടെ ഒരു ആർമി ഗ്യാദർ ചെയ്യുന്നു. പൊസസ്ഡ് ആയ ബില്ലിയുടെ മനസ്സിലേക്ക് കടന്ന മൈൻഡ് ഫ്ലെയറിനെ കണ്ടെത്താൻ ഇലവൻ തന്റെ പവേഴ്സ് ഉപയോഗിക്കുന്നു. സെക്കൻഡ് സീസണിന്റെ അവസാനം നമ്മൾ കണ്ടതുപോലെ പോർട്ടൽ ക്ലോസ് ചെയ്തതിനുള്ള പ്രതികാരമായി മൈൻഡ് ഫ്ലെയർ ഇലവനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പൊസസ്ഡ് ബില്ലി വെളിപ്പെടുത്തുന്നു. പിന്നീട് പൊസസ്ഡ് ആയവരുടെ ആർമി ഡിസോൾവ് ആവുകയും അവർ ഒരുമിച്ച് ചേർന്ന് ഒരു ജയന്റ് ഓർഗാനിക് മാസായി രൂപപ്പെടുകയും ചെയ്യുന്നു. മൈൻഡ് ഫ്ലെയറിന്റെ ഫിസിക്കൽ എംബോഡിമെന്റ് അഥവാ ഫിസിക്കൽ ഫോമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. അത് ഇലവനെയും സംഘത്തെയും ആക്രമിക്കുകയും ഇലവനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗ്രൂപ്പ് നാൻസിയും ജോനത്തനുമായി ചേർന്ന് സ്റ്റീവ്, റോബിൻ, ഡസ്റ്റിൻ, എറിക്ക എന്നിവരെ രക്ഷിക്കാൻ മോളിലേക്ക് പോകുന്നു. അവിടെ ഇലവൻ റഷ്യൻസിനെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ മൈൻഡ് ഫ്ലെയറിൽ നിന്നും ഏറ്റ മുറിവുകൾ കാരണം അവൾ തളർന്നു വീഴുന്നു. മൈൻഡ് ഫ്ലെയറിന്റെ ഒരു ചെറിയ അംശം തന്റെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അത് നീക്കം ചെയ്യുമ്പോൾ പെട്ടെന്ന് അവളുടെ എല്ലാ പവേഴ്സും നഷ്ടപ്പെടുന്നു. ആ സമയം കുട്ടികളെ രക്ഷിക്കാനും പുതിയൊരു പോർട്ടൽ തുറക്കുന്ന റഷ്യൻ മെഷീൻ നശിപ്പിക്കാനും ഹോപ്പർ, ജോയ്സ്, മുറേ എന്നിവർ മോളിലേക്ക് എത്തുന്നു. കുട്ടികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ മൈൻഡ് ഫ്ലെയറും ബില്ലിയും അവരെ മോളിനുള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യുന്നു. ഇലവൻ ഒരു തരത്തിൽ പൊസസ്ഡ് ബില്ലിയുടെ അടുത്തേക്ക് എത്തുകയും താൻ അവന്റെ മനസ്സിൽ മുമ്പ് കണ്ട് മരിച്ചുപോയ അവന്റെ അമ്മയുമായുള്ള അവന്റെ ഏറ്റവും ഹാപ്പി മെമ്മറീസ് അവനോട് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ബില്ലി താൻ ചെയ്ത എല്ലാ ഭയാനകമായ കാര്യങ്ങളും തിരിച്ചറിയുകയും തന്റെ സിസ്റ്റർ മാക്സിനെയും അവളുടെ എല്ലാ സുഹൃത്തുക്കളെയും രക്ഷിക്കാൻ മൈൻഡ് ഫ്ലെയറിന്റെ കൈകളിൽ സ്വയം സാക്രിഫൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം ലാബിൽ ഹോപ്പർ, ജോയ്സ്, മുറേ എന്നിവർ ഡസ്റ്റിന്റെ റേഡിയോ നിർദ്ദേശപ്രകാരം മെഷീന്റെ അടുത്തേക്ക് ഓടുന്നു. മെഷീൻ ഓഫാക്കാൻ അവർക്ക് ഷട്ട് ഡൗൺ കീസ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സേഫ് ക്രാക്ക് ചെയ്യേണ്ടതായി വരുന്നു.
സേഫിന്റെ കോമ്പിനേഷൻ അല്പം അക്കാഡമിക് ആണ്. അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനായുള്ള ക്വാണ്ടം മെക്കാനിക്സ് ഇക്വേഷൻ ആണ് പാസ്വേഡ്. ഭാഗ്യത്തിന് ഇത് സോൾവ് ചെയ്യാൻ ആരെയാണ് വിളിക്കേണ്ടതെന്ന് ഡസ്റ്റിന് കൃത്യമായി അറിയാമായിരുന്നു. സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കാതിരുന്ന സമ്മർ ക്യാമ്പിൽ നിന്നുള്ള തന്റെ വെരി റിയൽ ഗേൾഫ്രണ്ട് സൂസിയെ അവർ റേഡിയോ വഴി കോൺടാക്ട് ചെയ്യുന്നു. ഡസ്റ്റിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എത്ര സീരിയസ് ആണെന്ന് അറിയാത്ത സൂസി അവനെ നെവർ എൻഡിങ് സ്റ്റോറി എന്ന തീം സോങ് അവളോടൊപ്പം ഡുവറ്റ് പാടാൻ നിർബന്ധിക്കുന്നെങ്കിലും വൈകാതെ കോഡ് നൽകുകയും ചെയ്യുന്നു. ഹോപ്പറും ജോയ്സും സേഫ് തുറന്ന് താക്കോലുകൾ എടുത്ത് മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യാൻ റെഡിയാകുന്നു. പക്ഷെ കൃത്യസമയത്ത് റഷ്യൻ സോൾജർ ഗ്രിഗോറി എത്തി ഹോപ്പറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഹോപ്പർ ഗ്രിഗോറിയെ മെഷീനിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു. ഇത് മുഴുവൻ സിസ്റ്റമിന്റെയും പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. പക്ഷെ ഇപ്പോൾ തനിക്ക് സ്വയം രക്ഷപ്പെടാൻ വഴിയില്ലാതെ നിൽക്കുന്ന ഹോപ്പർ ജോയ്സിന് മെഷീൻ നശിപ്പിക്കാനുള്ള സിഗ്നൽ നൽകുന്നു. മനസ്സില്ലാ മനസ്സോടെ ജോയ്സ് കീ ഉപയോഗിച്ച് ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. പക്ഷെ ഇതോടൊപ്പം ഹോപ്പർ വേപ്പറൈസ്ഡ് ആയി പോകുന്നു. അപ്സൈഡ് ഡൗണിലേക്കുള്ള ഗേറ്റ് അടച്ചതോടെ മോളിനുള്ളിലെ മൈൻഡ് ഫ്ലെയർ കൊളാപ്സ് ആയി വീണ് നശിക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം സ്റ്റാർകോട്ട് മോൾ നശിപ്പിക്കപ്പെടുകയും അഴിമതിക്കാരനായ മേയർ ക്ലൈൻ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ബയേഴ്സ് ഫാമിലി ഇപ്പോൾ അനാഥയും പവർലെസ്സുമായിരിക്കുന്ന ഇലവനെ അഡോപ്റ്റ് ചെയ്യുകയും ഹോക്കിൻസ് ടൗൺ എന്നേക്കുമായി ഉപേക്ഷിച്ചു പോകാൻ ഒരുങ്ങുകയുമാണ്. പോകുന്നതിന് മുൻപ് മൈക്കും ഇലവനും തങ്ങളുടെ ഇഷ്ടം വീണ്ടും തുറന്നു പറഞ്ഞ് റിലേഷൻഷിപ്പ് റീഅഫേം ചെയ്യുന്നു. സീസൺ അവസാനിക്കുമ്പോൾ നമുക്കൊരു സർപ്രൈസ് തന്നുകൊണ്ട് ഹോപ്പർ റഷ്യയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവിടെ ഒരു പ്രിസണറായി കഴിയുകയാണെന്നും വെളിപ്പെടുന്നു. മാത്രമല്ല റഷ്യൻസ് അപ്സൈഡ് ഡൗണും അവിടെയുള്ള മോൺസ്ട്രസ് ഇൻഹാബിറ്റൻസിന് മേലുമുള്ള എക്സ്പെരിമെന്റ്സും തുടരുകയാണ്. സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 4 തുടങ്ങുമ്പോൾ മൈൻഡ് ഫ്ലെയറിനെ സ്റ്റാർകോട്ട് മോളിൽ പരാജയപ്പെടുത്തിയിട്ട് 9 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇലവൻ ഇപ്പോൾ ബയേഴ്സ് ഫാമിലിയോടൊപ്പം കാലിഫോർണിയയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ഇത് അവളെയും മൈക്കിനെയും ഒരു സ്ട്രെയിൻഡ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഫോഴ്സ് ചെയ്യുന്നു. മൈക്കിനും ഡസ്റ്റിനും ഇതോടൊപ്പം തന്നെ ലൂക്കസും മാക്സുമായുള്ള സൗഹൃദത്തിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം ലൂക്കസ് ഇപ്പോൾ ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ ചേരുകയും ജേസൺ എന്ന ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള മറ്റ് പോപ്പുലർ ബോയ്സുമായി ഫ്രണ്ട്സ് ആയിരിക്കുകയുമാണ്. കൂടാതെ ബില്ലിയുടെ മരണത്തിൽ ഇപ്പോഴും വിലപിക്കുന്ന മാക്സും എല്ലാവരിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. മൈക്കും ഡസ്റ്റിനും സ്കൂളിലെ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ക്ലബായ ഹെൽഫെയർ ക്ലബിൽ ചേരുന്നു. ഒരു എക്സെൻട്രിക് ഔട്ട്കാസ്റ്റായ എഡി മൺസനാണ് ഈ ക്ലബ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റനായ ജെയ്സന്റെ ഗേൾഫ്രണ്ടും ചിയർ ലീഡറുമായ ക്രിസി അവൾക്ക് ഹെഡേക്സും നൈറ്റ്മെയർ വിഷൻസും നേരിടാൻ തുടങ്ങുമ്പോൾ ഡ്രഗ്സ് വാങ്ങാനായി എഡ്ഡിയെ വിസിറ്റ് ചെയ്യുന്നു. എഡ്ഡിയുടെ ട്രെയിലർ വാനിലായിരിക്കുമ്പോൾ അപ്സൈഡ് ഡൗണിൽ നിന്നുള്ള ഒരു ഈവിൽ ഫോഴ്സ് ക്രിസിയെ പൊസസ് ചെയ്യുകയും അത് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസിയുടെ ബോഡി കണ്ടെത്തപ്പെടുകയും അതോടൊപ്പം എഡ്ഡി ഒളിച്ചോടുന്നതോടെ അവൻ പോലീസിന്റെ പ്രൈം സസ്പെക്ട് ആവുകയും ചെയ്യുന്നു. ജേസണും അവന്റെ ബുള്ളി ഗാങ്ങും ചേർന്ന് എഡ്ഡിയും ഹെൽഫയർ ക്ലബും ക്രിസിയുടെ മരണത്തിന് റെസ്പോൺസിബിൾ ആണെന്നും അവർ സേറ്റൻ വർഷിപ്പേഴ്സ് ആണെന്നും ബ്രാൻഡ് ചെയ്യുകയും ഒപ്പം എഡ്ഡിയെ കണ്ടെത്തി വിജിലാൻഡെ ജസ്റ്റിസ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. ശേഷം സ്പ്രിംഗ് വെക്കേഷന് മൈക്ക് കാലിഫോർണിയയിൽ ഇലവനോടൊപ്പം സമയം ചിലവഴിക്കാനായി പോകുമ്പോൾ ഡസ്റ്റിനും മാക്സും ലൂക്കസും ക്രിസിയുടെ മർഡറിന് പിന്നിലെ സത്യങ്ങൾ കണ്ടെത്താനായി നാൻസി, സ്റ്റീവ്, റോബിൻ എന്നിവരുമായി ഒന്നിക്കുന്നു. ഗ്രൂപ്പ് ഒളിവിൽ കഴിയുന്ന എഡ്ഡിയോട് അപ്സൈഡ് ഡൗണുമായുള്ള തങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ് വിശദീകരിക്കുകയും ഇപ്പോൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ പൊസസ് ചെയ്ത് കൊല്ലുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ഈവിൽ ഫോഴ്സിന് വെക്ന എന്ന് പേരിടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് കിട്ടുന്ന ഒരു ലീഡ് പിന്തുടർന്ന് പെൻഹേഴ്സ്റ്റ് സൈക്കാട്രിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുന്ന നാൻസിയും റോബിനും അവിടെ വിക്ടർ ക്രീൽ എന്നൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു. തന്റെ ഫാമിലിയെ മുഴുവൻ മർഡർ ചെയ്തതിന് 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ് വിക്ടർ. വിക്ടർ അവരോട് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അതായത് പണ്ട് ഹോക്കിൻസിലെ തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ തന്റെ ഭാര്യയ്ക്കും മകൾക്കും ഇപ്പോൾ ക്രിസ്റ്റിക്കുണ്ടായതിന് സമാനമായ ഭയാനകമായ വിഷൻസ് അനുഭവപ്പെടുകയും പിന്നീട് അവർ പൊസസ്ഡ് ആവുകയും കൊല്ലപ്പെടുകയുമായിരുന്നു. എന്നാൽ അന്ന് വിക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആരും വിശ്വസിക്കാതെ ഇരുന്നതിനെ തുടർന്ന് ഈ മരണങ്ങൾക്ക് വിക്ടർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് നാൻസി ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. അതായത് വിക്ടർ തന്റെ ഫേവറേറ്റ് സോങ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അയാളെ വെക്നയ്ക്ക് പൊസസ് ചെയ്യാൻ കഴിയാതെ ഇരുന്നതും അയാളുടെ ജീവൻ രക്ഷപ്പെട്ടതും. അതേസമയം വെക്നയുടെ എല്ലാ വിക്ടിംസിനും കടുത്ത ഹെഡേക്കും നോസ് ബ്ലീഡ്സും അനുഭവപ്പെട്ടിട്ടുണ്ടെന്നും അവരുടെ പാസ്റ്റ് ട്രോമാസ് കാരണം PTSD ബാധിച്ചിരുന്നവരാണെന്നും മാക്സ് മനസ്സിലാക്കുന്നു. മാക്സും ഇപ്പോൾ അനുഭവിക്കുന്ന അതേ സിംറ്റംസ് തന്നെയാണ് ഇവയൊക്കെയും. അപ്പോഴാണ് വെക്ന തന്നെയും പൊസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാക്സ് തിരിച്ചറിഞ്ഞത്. വെക്ന ഏതു നിമിഷവും തന്നെയും കൊല്ലാമെന്ന് ഭയന്ന അവൾ തന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കത്തുകൾ എഴുതുന്നു. തുടർന്ന് ബില്ലിക്കായി എഴുതിയ ഒരു കത്ത് വായിച്ചു കേൾപ്പിക്കാൻ അവൾ അവന്റെ ശരീരം സംസ്കരിച്ച് ഗ്രേവ്യാർഡിലേക്ക് പോകുന്നു. പക്ഷെ ഗ്രേവ്യാർഡിൽ വെച്ച് മാക്സ് പൊസസ്ഡ് ആവുകയും അവളുടെ സോൾ അപ്സൈഡ് ഡൗണിലെ വെക്നയുടെ അൽത്താരയിലേക്ക് കൊണ്ടുപോകപ്പെടുകയും വെക്ന അവിടെ വെച്ച് അവളെ കൊല്ലാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾ എല്ലാവരും വേഗം അവിടെ എത്തുമ്പോൾ തങ്ങൾ മനസ്സിലാക്കിയത് വെച്ച് മ്യൂസിക്കിന് വെക്നയുടെ പൊസിഷൻ പവർ തകർക്കാൻ കഴിയുമെന്ന് നാൻസിയും റോബിനും മറ്റുള്ളവരെ അറിയിക്കുന്നു.
അങ്ങനെ അവർ മാക്സിന്റെ ഫേവറേറ്റ് സോങ് അവൾക്ക് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇത് മാക്സിനെ വെഗ്നയെ ഫൈറ്റ് ചെയ്യാനും അപ്സൈഡ് ഡൗണിൽ നിന്ന് രക്ഷപ്പെടാനും അതുവഴി അവളുടെ ജീവൻ തന്നെ രക്ഷിക്കാനും സഹായിക്കുന്നു. പിന്നീട് വെഗ്ന മർഡേഴ്സ് നടത്തുന്ന ഓരോ സൈറ്റിലും അപ്സൈഡ് ഡൗണിലേക്കുള്ള ഓരോ പുതിയ ഗേറ്റ്സ് തുറക്കുന്നുണ്ട് എന്നൊരു തിയറി ഡസ്റ്റിൻ പറയുന്നു. ഈ തിയറി കൺഫേം ചെയ്യാനായി സ്റ്റീവ് ലവേഴ്സ് ലേക്ക് തടാകത്തിന്റെ അടിത്തട്ടിലെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനിടെ അവൻ അപ്സൈഡ് ഡൗണിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അവിടെ വവ്വാലുകളെ പോലുള്ള കുറെ ക്രീച്ചേഴ്സ് അവനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. നാൻസി, റോബിൻ, എഡ്ഡി എന്നിവർ സ്റ്റീവിനെ രക്ഷിക്കാനായി അപ്സൈഡ് ഡൗണിലേക്ക് പ്രവേശിക്കുന്നെങ്കിലും പക്ഷേ കൂടുതൽ ക്രീച്ചേഴ്സ് ഗേറ്റ് ഗാർഡ് ചെയ്യുന്നതിനാൽ അവർക്ക് അതുവഴി തിരികെ പോകാൻ കഴിയുന്നില്ല. അങ്ങനെ പകരം മറ്റൊരു എക്സിറ്റ് കണ്ടെത്താനായി അപ്സൈഡ് ഡൗൺ വഴി മറ്റൊരു മർഡർ സൈറ്റ് കൂടെയായ എഡ്ഡിയുടെ ട്രെയിലർ വാനിലേക്ക് പോകാൻ സംഘം തീരുമാനിക്കുന്നു. ഇപ്പോൾ ഹോക്കിൻസിൽ എഡ്ഡിയുമായുള്ള ഇൻവോൾവ്മെന്റിനെ പറ്റി പോലീസ് ഹെൽഫയർ ക്ലബിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡസ്റ്റിൻ, മാക്സ്, ലൂക്കസിന്റെ സിസ്റ്റർ എറിക്ക എന്നിവർ പോലീസിൽ നിന്നും പാരന്റ്സിൽ നിന്നും ഒളിച്ചോടി എഡ്ഡിയുടെ ട്രെയിലർ വാനിലേക്ക് പോവുകയും അവിടെ വെച്ച് തങ്ങളുടെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ നിന്ന് റോബിനെയും എഡ്ഡിയെയും അവർക്ക് രക്ഷിക്കാൻ കഴിയുന്നു. പക്ഷേ നാൻസി രക്ഷപ്പെടുന്നതിന് മുൻപ് അവൾ വെഗ്നയുടെ പിടിയിലാവുന്നു. തന്റെ ദുഷ്ട പദ്ധതികളുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വെഗ്ന നാൻസിയോട് വെളിപ്പെടുത്തുന്നു. തന്റെ വിക്ടിംസിന്റെ ലൊക്കേഷൻസിൽ പുതുതായി തുറന്ന ഗേറ്റുകൾ ഉപയോഗിക്കാനായി അപ്സൈഡ് ഡൗണും യഥാർത്ഥ ലോകവും തമ്മിലുള്ള സെപ്പറേഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അവന്റെ ലക്ഷ്യം. ഇത് ഹോക്കിൻസ് ടൗണിനെ മുഴുവനായി നശിപ്പിക്കുന്ന സംഭവം കൂടിയാണ്. അതേസമയം 11ന്റെയും ബയേഴ്സ് ഫാമിലിയുടെയും ഒപ്പം സ്പ്രിംഗ് വെക്കേഷൻ ചിലവഴിക്കാൻ പുറപ്പെട്ട മൈക്ക് കാലിഫോർണിയയിൽ എത്തിയിട്ടുണ്ട്. 11 ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ അവൾക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും സത്യത്തിൽ അവൾ വളരെ ഡിപ്രസ്ഡ് ആണെന്നും വളരെയധികം ബുള്ളി ചെയ്യപ്പെടുകയാണെന്നും മൈക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നു. മൈക്ക് അവളോടുള്ള ഇഷ്ടം തുറന്ന് പറയാത്തതിലും 11 അപ്സെറ്റ് ആണ്. ഒപ്പം വില്ലിനും മൈക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ 11നെ മാത്രം ശ്രദ്ധിക്കുന്നതിൽ ദേഷ്യമുണ്ട്. ഇതോടൊപ്പം ജോനത്തനും സ്വന്തമായി ചില കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുകയാണ്. തങ്ങളുടെ കോളേജ് പ്ലാൻസിനെ കുറിച്ച് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്നും തന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്കൊപ്പം തന്നെ താമസിക്കേണ്ടതുണ്ട് എന്നും നാൻസിയോട് സംസാരിക്കേണ്ടി വരും എന്നതിനെ കുറിച്ച് അവൻ വറീഡാണ്. സ്റ്റാർകോട്ട് മോൾ എക്സ്പ്ലോഷനിൽ നിന്ന് രക്ഷപ്പെട്ട് നിലവിൽ റഷ്യയിൽ ഇംപ്രിസൻഡ് ആണെന്ന് ഹോപ്പറിൽ നിന്ന് ജോയ്സിനൊരു മെസ്സേജ് ലഭിക്കുമ്പോൾ അവൾക്ക് കുട്ടികളെ കാലിഫോർണിയയിൽ തനിച്ചാക്കി അങ്ങോട്ട് പോകേണ്ടി വരുന്നു. ആന്റനോവ് എന്നൊരു നല്ലവനായ ജയിൽ ഗാർഡ് ഹോപ്പറെ രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് സമ്മതിക്കുകയും അലാസ്കയിലെ ഒരു റഷ്യൻ പൈലറ്റിന് $40,000 കൊണ്ടുവരാൻ ജോയ്സിനോട് പറയുകയും ചെയ്യുന്നു. ജോയ്സ് മ്യൂറെ ബൗമാനുമായി ചേർന്ന് അലാസ്കയിലേക്ക് പോകുന്നു. അവിടെ അവർ ഒരു എക്സെൻട്രിക് പൈലറ്റായ യൂറിയെ കണ്ടുമുട്ടുന്നു. പക്ഷേ യൂറി അവരെ ചതിക്കുകയും ജോയ്സിനെയും മ്യൂറയെയും ഡ്രഗ് ചെയ്യുകയും ആന്റനോവിനെ മറ്റ് റഷ്യൻസിന് ഒറ്റുകൊടുക്കുകയും ചെയ്തുകൊണ്ട് ഹോപ്പറിന്റെ എസ്കേപ്പ് അറ്റംപ്റ്റ് അവതാളത്തിലാക്കുന്നു. താൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 പേരെയും കൂടി റഷ്യൻസിന് കൈമാറാൻ യൂറി ഫ്ലൈ ചെയ്യുന്നതിനിടെ ജോയ്സും മുറയും തങ്ങളുടെ കെട്ടുകൾ അഴിച്ചെടുക്കുന്നതിനൊപ്പം മുറെ തന്റെ കരാത്തെ സ്കിൽസ് ഉപയോഗിച്ച് യൂറിയെ കീഴ്പ്പെടുത്തുന്നു. ഹോപ്പറെ ജയിലിൽ നിന്നും രക്ഷിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ജോയ്സിനെയും യൂറിയെയും റഷ്യൻസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ എന്ന വ്യാജേന മുറെ യൂറിയായി അഭിനയിക്കുന്നു. ഈ പ്ലാൻ വർക്ക്ഔട്ട് ആകുന്നു. അവർക്ക് ജയിലിൽ പ്രവേശിക്കാൻ പെർമിഷൻ ലഭിക്കുന്നു. അവരെ ഹോപ്പറിനെ കാണാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ഹോപ്പറും ആന്റനോവും ഒരു കൂട്ടം പ്രിസണേഴ്സും ഒരു ഡെമോഗോർഗനുമായി ഫൈറ്റ് ചെയ്യുകയാണ്. ഹോപ്പർ ക്രീച്ചറുമായുള്ള തന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ച് തന്റെയും ആന്റനോവിന്റെയും ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കവേ മുറയും ജോയ്സും ഗാർഡ്സിനെ കീഴ്പ്പെടുത്തി ഡോർസ് അൺലോക്ക് ചെയ്തുകൊണ്ട് ഹോപ്പറിനെയും ആന്റനോവിനെയും രക്ഷപ്പെടുത്തുന്നു. ശേഷം ഹോപ്പറും ജോയ്സും തമ്മിലുള്ള ഒരു ഇമോഷണൽ റീയൂണിയൻ കഴിഞ്ഞ് സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ ഹോക്കിൻസിലെ ഇപ്പോഴത്തെ അപകടങ്ങളെ പറ്റി അറിയുമ്പോൾ അവിടെ വെഗ്നയ്ക്കെതിരെയുള്ള കുട്ടികളുടെ ഫൈറ്റിന് സഹായകരമാകും എന്ന പ്രതീക്ഷയിൽ ഹോപ്പറും ജോയ്സും മുറയും റഷ്യൻ ജയിലിലേക്ക് മടങ്ങുകയും അവിടുത്തെ ലാബിൽ നിറച്ചിട്ടുള്ള ഡെമോഗോർഗൻ ടെസ്റ്റ് സബ്ജക്ട്സുമായി പോരാടുകയും ചെയ്യുന്നു. ഇപ്പോൾ കാലിഫോർണിയയിൽ കുറച്ച് ബുള്ളീസ് 11നെ പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്യുമ്പോൾ ഒടുവിൽ നിയന്ത്രണം വിടുന്ന അവൾ അതിലൊരാളെ കൈയേറ്റം ചെയ്യുന്നു. അറസ്റ്റിലാകുന്ന അവളെ ഡോക്ടർ ഒവൻസ് എത്തി രക്ഷിക്കുകയും ഹോക്കിൻസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾ അവൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥർ 11 ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ എന്നും അവൾ ഡേഞ്ചറസ് ആണെന്ന് വിശ്വസിക്കുന്നെങ്കിലും ഒവൻസ് അവൾ നല്ലവളാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നും അവൾക്ക് അവളുടെ പവേഴ്സ് തിരികെ ലഭിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമിൽ താൻ വർക്ക് ചെയ്ത് വരികയായിരുന്നു എന്നും പറയുന്നു. തന്റെ പവേഴ്സ് റീസ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നതിനും വെഗ്നയിൽ നിന്നും ഹോക്കിൻസിനെ രക്ഷിക്കുന്നതിനും വേണ്ടി 11 ഒവൻസിനൊപ്പം പോകാമെന്ന് സമ്മതിക്കുന്നു. പകരം ഒവൻസിന്റെ ആളുകളിൽ 2 പേരെ മൈക്ക്, വിൽ, ജോനത്തൻ എന്നിവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നു. പക്ഷെ ഗവൺമെന്റ് ഓർഡറിൽ ആംഡ് സോൾജിയേഴ്സ് ബയേഴ്സിന്റെ വീട് ആക്രമിക്കുമ്പോൾ ബോയ്സ് 3 പേരും ജോനത്തന്റെ ഒരു സ്റ്റോണർ ഫ്രണ്ടായ ആർഗൈലിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടുകൊണ്ട് ഒവൻസിനെയും 11നെയും കണ്ടെത്താൻ ശ്രമിക്കുന്നു. യാത്രക്കിടെ മൈക്കിനെ എൻകറേജ് ചെയ്യാനായി വിൽ അവനോട് ഒരു ഇൻസ്പയറിംഗ് സ്പീച്ച് നടത്തുന്നു. അതിൽ താനൊരു ഗേ ആണെന്നും തന്റെ ഉറ്റ സുഹൃത്തിനെ അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നും അവൻ സൂചിപ്പിക്കുന്നുണ്ട്.
ഒവൻസ് 11 ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ലാബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് സത്യത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഡോക്ടർ ബ്രെന്നറുമായി ചേർന്ന് നീന എന്നൊരു ഐസൊലേഷൻ ടാങ്ക് ഡെവലപ്പ് ചെയ്യാൻ താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി ഒവൻസ് വെളിപ്പെടുത്തുന്നു. ഇത് 11 അവളുടെ പണ്ടത്തെ മറന്നുപോയ മെമ്മറീസ് ഓർത്തെടുക്കാനും പവേഴ്സിനെ വീണ്ടും ഉണർത്താനും സഹായിക്കും. നീനയ്ക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഡോക്ടർ ബ്രെന്നറുടെ കെയറിൽ ഹോക്കിൻസ് ലാബിൽ പണ്ട് ചിലവഴിച്ചിരുന്ന സമയങ്ങളും അവിടെ മറ്റ് സൂപ്പർ പവേർഡ് എക്സ്പെരിമെന്റ്സ് ആയ കുട്ടികൾ തന്നെ ബുള്ളി ചെയ്തിരുന്നതും 11 ഓർക്കുന്നു. അന്ന് 11 ദയാലുവായ ഒരു ഓർഡർലി സുഹൃത്താക്കിയിരുന്നു. ബ്രെന്നറെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അവൻ അന്ന് 11 വാൺ ചെയ്തിരുന്നു. പക്ഷെ ഇവൻച്വലി 11ന്റെ 11ാം നമ്പർ പോലെ താനാണ് 1 അഥവാ ബ്രെന്നർ എക്സ്പെരിമെന്റ് ചെയ്ത ആദ്യത്തെ കുട്ടിയെന്ന് അവൻ വെളിപ്പെടുത്തി. അവന്റെ കഴുത്തിൽ അവന്റെ പവേഴ്സ് സപ്രസ് ചെയ്തിരുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ഇരുവർക്കും അവിടെ നിന്നും രക്ഷപ്പെടാനായി ആ ഡിവൈസ് റിമൂവ് ചെയ്യാൻ 11 അവനെ സഹായിച്ചു. പക്ഷേ ശേഷം അവൻ ആ ലാബിൽ എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യുകയാണ് ഉണ്ടായത്. ഓർഡർലി യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ജയിലിൽ കഴിയുന്ന വിക്ടർ ക്രീലിന്റെ മകൻ ഹെൻറി ക്രീലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സത്യത്തിൽ അവൻ തന്റെ അമ്മയെയും സഹോദരിയെയും തന്റെ സൈക്കിക് എബിലിറ്റീസ് ഉപയോഗിച്ച് കൊല്ലുകയായിരുന്നു. ഹെൻറിയും മരിച്ചു എന്നാണ് വിക്ടറിനോട് പറഞ്ഞിരുന്നത് എങ്കിലും യഥാർത്ഥത്തിൽ അവൻ ബ്രെന്നറിന്റെ സംരക്ഷണയിലായിരുന്നു. ഇപ്പോൾ 11 തന്റെ ഈവിൽ സീക്രറ്റ്സ് അറിയാമെന്നതിനാൽ അവൻ അവളെയും കൊല്ലാൻ പോവുകയായിരുന്നു. എന്നാൽ 11 ഹെൻറിയെ ഓവർ പവർ ചെയ്യാൻ കഴിഞ്ഞു. ശേഷം അവൾ അപ്സൈഡ് ഡൗണിലേക്കുള്ള ആദ്യത്തെ പോർട്ടൽ തുറന്ന് ഹെൻറിയെ അതിലൂടെ അയച്ചു. അവിടെ വെച്ച് അവൻ വെക്നയായി ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. ഇത്രയുമാണ് ഫ്ലാഷ് ബാക്ക്. ഇപ്പോൾ പ്രസന്റിൽ 11 തന്റെ പവേഴ്സ് മുഴുവനും വീണ്ടെടുത്തിരിക്കുന്നു. അവൾ വെക്നയിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ഹോക്കിൻസിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവൾ റെഡിയായി കഴിഞ്ഞു എന്ന് ബ്രെന്നർ വിശ്വസിക്കുന്നില്ല. സോ അയാൾ അവളെ സെഡേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് കറപ്റ്റ് സോൾജിയേഴ്സിന്റെ സംഘം അവിടേക്ക് എത്തുന്നത്. 11 ആണ് ഹോക്കിൻസിലെ ഈവിൽസിന്റെ എല്ലാം ഉറവിടം എന്ന് വിശ്വസിക്കുന്ന അവർ അവളെ കൊല്ലാനാണ് എത്തിയിരിക്കുന്നത്. ബ്രെന്നർ 11നെ പ്രൊട്ടക്ട് ചെയ്യുകയും അവളുമായി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നെങ്കിലും പക്ഷെ അതിനിടെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. ഇതിനിടയ്ക്ക് 11 ബോധം വീണ്ടെടുക്കുകയും തന്നെ പിന്തുടർന്ന സോൾജിയേഴ്സിനെ കൊല്ലുകയും ചെയ്യുന്നു. തുടർന്ന് മൈക്കും കൂട്ടരും അവിടെ എത്തി അവളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഒടുവിൽ ഹോക്കിൻസിൽ തിരിച്ചെത്തിയ സംഘം വെക്നയെ പരാജയപ്പെടുത്താൻ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. മാക്സ്, ലൂക്കസ്, എറിക്ക എന്നിവർ ക്രീൽ ഹൗസിലേക്ക് പോകുന്നു. അവിടെ മാക്സ് വെക്നയെ തന്റെ മൈൻഡിൽ എൻ്റർ ചെയ്യാനും തന്നെ പൊസസ് ചെയ്യാനും അനുവദിക്കുന്നു. ഇങ്ങനെ മാക്സ് വെക്നയെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ സ്റ്റീവ്, നാൻസി, റോബിൻ എന്നിവർ അവനെ കൊല്ലാനായി അപ്സൈഡ് ഡൗണിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയുള്ള വവ്വാലുകളുടെ ആർമി സ്റ്റീവിന്റെയും ടീമിന്റെയും മിഷനിടെ അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ ഡസ്റ്റിനും എഡ്ഡിയും ചേർന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. നിർഭാഗ്യവശാൽ അവരുടെ ഈ പദ്ധതി പാളുന്നു. ക്രീച്ചേഴ്സ് ഡസ്റ്റിനെയും എഡ്ഡിയെയും വളഞ്ഞ് അവരെ ഓവർ പവർ ചെയ്യുന്നു. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം എഡ്ഡി തന്റെ സുഹൃത്തുക്കൾക്ക് കൂടുതൽ സമയം ലഭിക്കാനായി സ്വയം സാക്രിഫൈസ് ചെയ്യുന്നു. സ്റ്റീവ്, നാൻസി, റോബിൻ എന്നിവരെല്ലാവരും ഇപ്പോൾ വെക്നയുടെ വൈൻസിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആൻഡ് അത് അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം പൊസസ്ഡ് ആയ മാക്സിന് ലൂക്കസ് കൂട്ടിരിക്കുന്നതിനിടെ ഇപ്പോൾ വിജിലാൻറ്റി ആയ ജേസൺ അവിടേക്ക് വന്ന് അവനെ നേരിടുന്നു. ക്രിസിയുടെ മരണത്തിന് ജേസൺ ഹെൽഫയർ ക്ലബിനെയാണ് ഇപ്പോഴും കുറ്റപ്പെടുത്തുന്നത്. ലൂക്കസും ജേസണും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടെ മാക്സിന്റെ ഫേവറേറ്റ് മ്യൂസിക് ടേപ്പ് നശിപ്പിക്കപ്പെടുന്നു. അതായത് കാര്യങ്ങൾ കൈവിട്ടു പോയാൽ ലൂക്കസിന് അവളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. ഭാഗ്യവശാൽ വെക്ന ഇപ്പോൾ അവളുടെ മൈൻഡിനുള്ളിൽ തന്നെ തുടരുന്നതിനിടെ അവൾക്ക് നല്ലൊരു കമ്പനി ഓൺ ദ വേ ആണ്. കാരണം മൈക്കും വില്ലും ജോനത്തനും ആർഗൈലും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഐസൊലേഷൻ ടാങ്ക് ഉപയോഗിച്ച് 11 ഇപ്പോൾ വെക്നയെ ഫൈറ്റ് ചെയ്യാനായി മാക്സിന്റെ മൈൻഡിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ വെക്ന 11നെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൈൻഡ് ഫ്ലെയർ ഉൾപ്പെടെ അവളും അവളുടെ സുഹൃത്തുക്കളും മുമ്പ് നേരിട്ട എല്ലാ ഭീഷണികളും താൻ കാരണമുള്ളതായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പോൾ അവന്റെ പദ്ധതി പൂർണ്ണമായും ഫലപ്രാപ്തിയിൽ എത്തുകയാണ്. വെക്ന ഇപ്പോൾ മാക്സിനെ ക്രൂരമായി കൊല്ലാൻ തയ്യാറെടുക്കുകയും അതിനായി ആദ്യം അവളുടെ കൈകാലുകൾ ഒടിക്കാനും ആരംഭിക്കുന്നു. റിയൽ വേൾഡിൽ മൈക്ക് 11നോട് തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ അത് വെക്നയോട് ഫൈറ്റ് ചെയ്യാൻ 11ന് സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതേസമയം ഹോപ്പർ, ജോയ്സ്, മുറെ എന്നിവർ റഷ്യൻ ഡെമോഗോർഗൻസിനെ സക്സസ്ഫുള്ളി പരാജയപ്പെടുത്തുന്നു. ഇത് അപ്സൈഡ് ഡൗണിലെ വവ്വാൽ ക്രീച്ചേഴ്സിനെയും വൈൻസിനെയും ഇല്ലാതാക്കുന്നു. ഒടുവിൽ ഫ്രീ ആയ സ്റ്റീവും നാൻസിയും റോബിനും ചേർന്ന് വെക്നയുടെ ബോഡിയെ ആക്രമിക്കുകയും തീയിടുകയും ചെയ്യുന്നു. വെക്ന മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ 11നോട് അവളുടെ എല്ലാ ശ്രമങ്ങൾക്കും ഒടുവിലും അവൾ തോറ്റുപോയിരിക്കുകയാണ് എന്ന് പറയുന്നു. കാരണം റിയൽ വേൾഡിൽ മാക്സ് തന്റെ ഇഞ്ചുറീസ് കാരണം ലൂക്കസിന്റെ കൈകളിൽ കിടന്ന് മരിച്ചു പോവുകയും ഇത് വെക്നയുടെ ഫൈനൽ ഗേറ്റ് തുറക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ എല്ലാ ഗേറ്റ്സും തുറന്നതോടെ അവ ഹോക്കിൻസ് ടൗണിൽ മുഴുവനും കടന്ന് വഴിയിലുള്ളതെല്ലാം നശിപ്പിക്കുകയും ജേസൺ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെ കൊല്ലുകയും ചെയ്യുന്നു. നിരാശയും പരാജിതയുമായ 11 തന്റെ പവേഴ്സ് ഉപയോഗിച്ച് പക്ഷേ മാക്സിനെ ഒരു വിധത്തിൽ റിസറക്ട് ചെയ്യുന്നു.
2 ദിവസങ്ങൾക്ക് ശേഷം ഇലവൻ, മൈക്ക്, ജോനത്തൻ, വിൽ, ആർഗൈൽ എന്നിവർ ഒടുവിൽ ഹോക്കിൻസിലേക്ക് മടങ്ങിയെത്തി അവരുടെ സുഹൃത്തുക്കളുമായി ഒന്നിക്കുന്നു. പക്ഷെ ഇപ്പോൾ ടൗൺ മുഴുവനും ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്. സ്റ്റീവും റോബിനും ഡസ്റ്റിനും എമർജൻസി ഷെൽട്ടറിൽ സഹായിക്കാൻ വോളണ്ടിയേഴ്സ് ആകുന്നു. മാക്സ് ഇപ്പോൾ ജീവനോടെ ഉണ്ട്, പക്ഷെ സ്വന്തം മൈൻഡിന്റെ യാതൊരു ട്രേസും ഇല്ലാതെ കോമയിലാണ്. ഹോപ്പറും ഇപ്പോൾ തിരികെ ഹോക്കിൻസിലെത്തി ഇലവനുമായി ഒന്നിക്കുന്നു. ഈ റീയൂണിയൻസ് എല്ലാം വളരെ സന്തോഷകരമാണെങ്കിലും അവരുടെ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഗ്രൂപ്പിന് അറിയാമായിരുന്നു. മൈൻഡ് ഫ്ലെയറുമായുള്ള കണക്ഷൻ ഇപ്പോഴും ഫീൽ ചെയ്യുന്ന വിൽ, വെക്ന ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന വിവരം ഗ്രൂപ്പിനോട് കൺഫേം ചെയ്യുന്നു. ആൻഡ് ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഹോക്കിൻസിനെ മുഴുവനായും ടേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രേഞ്ചർ തിങ്സിന്റെ 5th സീസണിൽ അപ്സൈഡ് ഡൗണിനെ ഹോക്കിൻസിലേക്ക് കൊണ്ടുവരാൻ വെക്ന തന്റെ ഗേറ്റ്സ് സക്സസ്ഫുള്ളി ഓപ്പൺ ചെയ്തിട്ട് 18 മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മിലിറ്ററി യൂണിറ്റ്സ് ഈ ഗേറ്റ്സ് ക്ലോസ് ചെയ്യുകയും മുഴുവൻ ടൗണിനെയും ക്വാറന്റൈൻ ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മിലിറ്ററി സോണിൽ ജീവിക്കുന്ന ഹോക്കിൻസിലെ ആളുകൾ ഇപ്പോൾ ഒരു നോർമൽ ലൈഫ് നയിക്കാൻ നിർബന്ധിതരാണ്. അപ്സൈഡ് ഡൗണിനുള്ളിലെ ഒരു ബേസിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർ കെ ആണ് ഈ മിലിറ്ററി യൂണിറ്റിനെ ലീഡ് ചെയ്യുന്നത്. ഇലവനെ നിഷ്കരണം വേട്ടയാടാൻ അവർ തന്റെ സോൾജിയേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇലവൻ തന്റെ അഡോപ്റ്റീവ് ഫാദറായ ഹോപ്പറിനൊപ്പം ഒളിവിൽ കഴിയുകയാണ്. അവളുടെ പവേഴ്സിനെ നന്നായി കൺട്രോൾ ചെയ്യാൻ അയാൾ അവളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ആൻഡ് ഹോപ്പർ ഇപ്പോൾ ഫൈനലി തന്റെ ലോങ് ടൈം ലവായ ജോയ്സുമായി റിലേഷൻഷിപ്പിലാണ്. കൂടാതെ അയാൾ വളരെ കാലമായി മിസ്സിംഗ് ആയിരിക്കുന്ന വെക്നയെ കണ്ടെത്താനും അവനെ എന്നേക്കുമായി പരാജയപ്പെടുത്താനുമുള്ള പ്രതീക്ഷയിൽ തന്റെ കുട്ടി അലൈസുമായി സീക്രട്ട്ലി വർക്ക് ചെയ്ത് വരികയാണ്. വെക്നയെ പരാജയപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിനിടെ മൈക്ക്, വിൽ, ഡസ്റ്റിൻ, ലൂക്കസ് എന്നിവർ തങ്ങളുടെ നോർമൽ ഹൈസ്കൂൾ ലൈഫ് തുടരാനും കൂടി ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ കെയുടെ സോൾജിയേഴ്സിന്റെ പിടിയിൽ അകപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്റെ ലവറായ ഇലവനെ കാണാൻ ഒരു അവസരം കിട്ടാതെ മൈക്ക് സ്ട്രഗ്ലിംഗ് ആണ്. വില്ലാകട്ടെ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മൈക്കിനോടുള്ള പ്രണയം രഹസ്യമായി മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. പക്ഷെ അവൻ സ്വയമുള്ള വർത്ത് കണ്ടെത്താൻ കൂടെ ശ്രമിക്കണം എന്നൊരു ഉപദേശം റോബിൻ വില്ലിന് നൽകുന്ന കാഴ്ചയും സീരീസ് പുരോഗമിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം കൊല്ലപ്പെട്ട എഡ്ഡി മൻസനോടുള്ള ഓണറിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഡസ്റ്റിൻ സ്കൂളിലെ ബുള്ളീസിൽ നിന്നും കോൺസ്റ്റന്റ്ലി ഹരാസിംഗും അറ്റാക്കിങ്ങും നേരിടുന്നുണ്ട്. ആൻഡ് ലൂക്കസ് ആവട്ടെ ഇപ്പോഴും കോമയിൽ കിടക്കുന്ന മാക്സിനെ ഹോസ്പിറ്റലിൽ നിരന്തരം വിസിറ്റ് ചെയ്യുകയും എങ്ങനെയെങ്കിലും അവളെ ഉണർത്തണമെന്ന പ്രതീക്ഷയിൽ അവളുടെ ഫേവറേറ്റ് സോങ് റിപ്പീറ്റഡ്ലി പ്ലേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരിടത്ത് നാൻസി, ജോനത്തൻ, സ്റ്റീവ്, റോബിൻ എന്നിവരെല്ലാം സ്ക്വാക്ക് എന്നൊരു ലോക്കൽ റേഡിയോ സ്റ്റേഷനിൽ ഒന്നിച്ചു വർക്ക് ചെയ്ത് വരികയാണ്. വെക്നയെ പരാജയപ്പെടുത്താനുള്ള ദൗത്യത്തിനായുള്ള ആക്ടിവിറ്റീസിന്റെ ഒരു താവളമായി കൂടി അവർ യഥാർത്ഥത്തിൽ അവിടം യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നുള്ള റേഡിയോ ബ്രോഡ്കാസ്റ്റ് യൂസ് ചെയ്താണ് അവർ തങ്ങളുടെ അലൈസിന് കോഡ് ലാംഗ്വേജിലുള്ള രഹസ്യ സന്ദേശങ്ങൾ കൈമാറുന്നത്. ആൻഡ് വേൾഡ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഈ വെല്ലുവിളികൾ നിലനിൽക്കുന്നതിനിടയിലും സ്റ്റീവിന്റെ പല പ്രവൃത്തികളും തന്നെ മറികടന്ന് നാൻസിയെ ഇംപ്രസ് ചെയ്യാനുള്ള അവന്റെ ശ്രമങ്ങളായിട്ടാണ് ജോനത്തൻ കാണുന്നത്. ജോനത്തൻ ആണെങ്കിൽ സീക്രട്ട്ലി ഒരു എൻഗേജ്മെന്റ് റിംഗ് പോലും മേടിച്ചു വെച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രപ്പോസ് ചെയ്യാനുള്ള ശരിയായ സമയം ഏതാണെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് അതിങ്ങനെ നീണ്ടുപോവുകയാണ്. ആൻഡ് റോബിൻ ഇപ്പോൾ ലോക്കൽ ഹോസ്പിറ്റലിലെ നഴ്സായ വിക്കിയുമായി ഡേറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വെക്നയെ കണ്ടെത്താനുള്ള അവളുടെ സീക്രട്ട് മിഷൻ അവരുടെ റൊമാൻസിന് നിരന്തരം തടസ്സമാകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് മുറേ ക്വാറന്റൈൻ സോണിലേക്ക് അവരുടെ മിഷൻ ആവശ്യമായ സപ്ലൈസ് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്നതോടെ ടീം ഒത്തുചേർന്ന് ക്രോൾ എന്ന് വിളിക്കുന്ന ദൗത്യം നടത്തുന്നു. വെക്നയെ കണ്ടെത്താനായി ഹോപ്പർ മിലിറ്ററി ഗേറ്റിലൂടെ നുഴഞ്ഞു കയറുമ്പോൾ മറ്റുള്ളവർ പുറത്തുനിന്ന് അയാളെ ട്രാക്ക് ചെയ്യുന്ന അവരുടെ ഓപ്പറേഷനാണ് ക്രോൾ. അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണത്തെ ക്രോൾ വളരെ അപകടം നിറഞ്ഞ ഒന്നായി മാറുന്നു. വില്ലിന് പെട്ടെന്ന് ഒരു ഡെമോഗോർഗണുമായി സൈക്കിക് കണക്ഷൻ ഉണ്ടാവുകയും അത് ഹോപ്പർ ഒളിച്ചിരിക്കുന്ന മിലിറ്ററി ട്രക്കിനെ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യുന്നത് അവൻ കാണുകയും ചെയ്യുന്നു. സോ ഹോപ്പർ ഇപ്പോൾ അപ്സൈഡ് ഡൗണിൽ കുടുങ്ങി പോയിരിക്കുകയാണ്. പിന്നീട് ആ ഡെമോഗോർഗൺ റിയൽ വേൾഡിലേക്കുള്ള ഒരു പോർട്ടൽ ഗേറ്റ് തുറന്നെത്തുന്നത് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത വീലേഴ്സിന്റെ വീട്ടിലേക്കാണ്. അവിടെ വീലർ പാരന്റ്സ് ആയ ടെഡിനെയും കാരനെയും അത് ബ്രൂട്ടലായി അറ്റാക്ക് ചെയ്ത് അവരെ മരണത്തോടടുത്ത അവസ്ഥയിൽ എത്തിക്കുകയും ഒപ്പം മൈക്കിന്റെയും നാൻസിയുടെയും അനിയത്തിയായ ഹോളിയെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നു. തൊട്ടു പിന്നാലെ അവിടെ എത്തുന്ന ഇലവൻ നാൻസിയുടെ പെർമിഷനോടെ ഡെമോഗോർഗനെ ഫോളോ ചെയ്ത് അപ്സൈഡ് ഡൗണിലേക്ക് എത്തുകയും അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഹോപ്പറുമായി റീയൂണൈറ്റ് ചെയ്യുകയുമാണ്. അങ്ങനെ ആ ഫാദർ ഡോട്ടർ ഡുവോ ഹോളിയെ കണ്ടെത്തി രക്ഷിക്കാൻ ഒരുങ്ങുന്നു. പക്ഷെ ഒപ്പം അവർക്ക് മിലിറ്ററി ഫോഴ്സസിന്റെയും അപ്സൈഡ് ഡൗണിലെ ഇൻഹാബിറ്റൻസ് ആയ ഡേഞ്ചറസ് ക്രീച്ചേഴ്സിന്റെയും പിടിയിൽ പെടാതെ നോക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. ശേഷം റിയൽ വേൾഡിൽ ഹോസ്പിറ്റലിൽ ഇമോഷണൽ ആയ മൈക്കും നാൻസിയും തങ്ങളുടെ ക്രിട്ടിക്കലി ഇഞ്ചേർഡായി കിടക്കുന്ന അമ്മയെ സന്ദർശിക്കുന്നു. തങ്ങളുടെ അനിയത്തിയായ ഹോളിക്ക് മിസ്റ്റർ വാട്സിറ്റ് എന്നൊരു മിസ്റ്റീരിയസ് ആയ ഇമാജിനറി ഫ്രണ്ട് ഉണ്ടായിരുന്നതായി അറിയാമായിരുന്ന അവർ അമ്മയോട് ഇതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ മിസ്റ്റർ വാട്സിറ്റിന് ഹെൻറി എന്നൊരു പേര് കൂടി ഉള്ളതായി തനിക്ക് അറിയാമെന്ന കാര്യം കാരൻ വെളിപ്പെടുത്തുന്നു. അപ്പോഴാണ് മൈക്ക് നാൻസി മനസ്സിലാക്കുന്നത് ഹോളിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് ഹെൻറി എന്ന് പണ്ട് വിളിക്കപ്പെട്ടിരുന്ന വില്ലനായ സാക്ഷാൽ വെക്ന തന്നെയാണെന്ന്. തന്റെ പീസ്ഫുൾ ഹ്യൂമൻ ഫോം ഉപയോഗിക്കുന്ന ഹെൻറി ഡെമോഗോർഗൻസ് പോലുള്ള മോൺസ്റ്റേഴ്സിൽ നിന്നും ഹോളിയെ സംരക്ഷിക്കാം എന്ന് കള്ളം പറഞ്ഞുകൊണ്ട്
തന്റെ ചൈൽഡ്ഹുഡ് ഹോമിന്റെ ഒരു പെർഫെക്റ്റ് മെന്റൽ റിക്രിയേഷനിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് ഹെൻറി ഹോളിയെ വീട്ടിൽ തനിച്ചാക്കുകയും വീടിന് ചുറ്റുമുള്ള ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് അവളുടെ മറ്റ് ക്ലാസ്മേറ്റ്സിനെ കൂടി രക്ഷിക്കാൻ എന്ന വ്യാജേന അവിടെ നിന്നും പോകുന്നു. ഹെൻറിയുടെ അഭാവത്തിൽ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഹോളിയെ അവിടെ വെച്ച് ഒരു സ്ട്രേഞ്ചർ കണ്ടുമുട്ടുന്നു. ആൻഡ് ഈ സ്ട്രേഞ്ചർ ജീവനോടെയും ആരോഗ്യത്തോടെയും തന്നെയുള്ള മാക്സ് ആണെന്ന് നമുക്ക് കാണാം. വെക്നയുടെ വില്ലത്തരങ്ങളെ പറ്റി ഹോളിയെ വോൺ ചെയ്യുന്ന മാക്സ് അവർ ഇരുവരും ഇപ്പോൾ ഹെൻറിയുടെ മെമ്മറീസിൽ ട്രാപ്ഡ് ആയിരിക്കുകയാണ് എന്നുകൂടി വിശദീകരിക്കുന്നു. അവിടെ അവന്റെ പിടിയിൽ നിന്ന് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം അവന് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു ഗുഹയ്ക്കുള്ളിലാണ്. തന്റെ ശരീരം കോമയിൽ കിടക്കുമ്പോൾ താൻ ഈ ഡ്രീം വേൾഡിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ മാക്സ് അതീവ ദുഃഖിതയാണ്. ലൂക്കസ് ഹോസ്പിറ്റലിൽ അവളുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യുന്നത് തുടരുമ്പോൾ ഒരിക്കൽ അത് അവളെ ഉണർത്താൻ സഹായിക്കുന്ന ഒരു മാജിക് ഡോർ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആ ഡോർ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വെക്ന കടന്നു വന്ന് അവളെ തടയുകയും ഒപ്പം ആ സോങ് പ്ലേ ചെയ്ത് തീരുകയും ചെയ്യുമ്പോൾ അവൾ വീണ്ടും ഡ്രീം വേൾഡിൽ കുടുങ്ങി പോവുകയാണ്. അതേസമയം തന്റെ ഈ സമീപകാല സൈക്കിക് വിഷൻസ് താൻ വെക്നയുടെ തന്നെ കണ്ണുകളിലൂടെയാണ് കാണുന്നതെന്ന് വിൽ മനസ്സിലാക്കുന്നു. ഈ ഒരു നോളജ് ഉപയോഗിച്ച് ഹോളിയുടെ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ വെക്ന തന്റെ നിഗൂഢമായ ലക്ഷ്യത്തിനായി തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് അവരെ രക്ഷിക്കാൻ വില്ലും ഫ്രണ്ട്സും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. ഒരു ബുള്ളി കിഡായ ഡെറിക് ടേൺബോ എന്ന ചെക്കനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഒരു ബെയ്റ്റായി യൂസ് ചെയ്യാൻ ലൂക്കസ് ഡെറിക്കിന്റെ ക്ലാസ്മേറ്റ് കൂടെയായ തന്റെ സിസ്റ്റർ എറിക്കയുടെ സഹായം തേടുന്നു. ആദ്യമൊക്കെ പ്ലാൻ വിജയകരമായി മുന്നോട്ട് പോവുകയും ഡെറിക്കിനെ പിടിക്കാൻ റിയൽ വേൾഡിൽ എത്തുന്ന ഡെമോഗോർഗൺ തിരികെ വെക്നയുടെ അടുത്തേക്ക് പോകുമ്പോൾ അതിനെ ഫോളോ ചെയ്യാനായി നാൻസി അതിന്റെ ദേഹത്തേക്ക് ഒരു ട്രാക്കർ ഷൂട്ട് ചെയ്ത് കയറ്റുകയും ചെയ്യുന്നെങ്കിലും ഡെമോഗോർഗൺ ഇപ്പോൾ ഡിഫൻസ്ലെസ് ആയ ഡെറിക്, ജോയ്സ്, എറിക്ക, റോബിൻ എന്നിവരെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കുഴപ്പത്തിലാവുന്നു. പക്ഷെ വിൽ ഒരു വിധത്തിൽ തന്റെ സൈക്കിക് കണക്ഷൻ ഉപയോഗിച്ച് ഡെമോഗോർഗനെ ഡിസ്ട്രാക്ട് ചെയ്യുകയും കൃത്യസമയത്ത് സ്റ്റീവ്, ഡസ്റ്റിൻ, ജോനത്തൻ, നാൻസി എന്നിവർ കാറിൽ അവിടെ എത്തി അതിനെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം അപ്സൈഡ് ഡൗണിലേക്ക് പായുന്ന ഡെമോഗോർഗനെ പിന്തുടർന്ന് അത് തുറക്കുന്ന ഒരു റിഫ്റ്റിലൂടെ തന്നെ അവരും അവിടേക്ക് എത്തിപ്പെടുന്നു. എന്നാൽ അപ്സൈഡ് ഡൗണിൽ എത്തുമ്പോൾ ഗ്രൂപ്പിന് ഡെമോഗോർഗനെ ട്രാക്ക് ചെയ്യാൻ കഴിയാതെ വരുന്നു. പക്ഷെ അവർക്ക് റേഡിയോയിലൂടെ ഇപ്പോൾ അവിടെ തന്നെയുള്ള ഹോപ്പറിനെയും 11നെയും കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നു. എന്നാൽ രണ്ട് ടീമും ഇപ്പോൾ ഇംപെനിട്രബിൾ ആയി മുഴുവൻ ടൗണിനെയും സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വാളിന്റെ ഓപ്പോസിറ്റ് വശങ്ങളിലാണ് ഉള്ളത്. ആൻഡ് ഈ മതിലിന്റെ ഒത്ത നടുവിൽ മുമ്പ് 11ന്റെ മേൽ എക്സ്പെരിമെന്റ്സ് നടത്തപ്പെടുകയും ഹെൻറി ആദ്യമായി വെക്നയായി മാറുകയും ചെയ്ത ഹോക്കിൻസ് ലാബ് ബിൽഡിംഗ് ആണെന്ന് ജോമെട്രി യൂസ് ചെയ്ത് ഡസ്റ്റിൻ കണ്ടെത്തുന്നു. വാളിന്റെ ഇപ്പുറത്ത് ഹോപ്പറും 11നും ഡോക്ടർ കെയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ലൂട്ടനന്റ് ഏക്കേഴ്സ് എന്ന സോൾജിയറിനെ പിടികൂടിയിട്ടുണ്ട്. ഏക്കേഴ്സിന്റെ മൈൻഡിലേക്ക് കടക്കുന്ന 11 ഡോക്ടർ കെയുടെ അപ്സൈഡ് ഡൗൺ ബേസിൽ ഒരു വോൾട്ട് ഉണ്ടെന്നും അവിടെ അതിശക്തമായ എന്തോ വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതോ വ്യക്തിയെയോ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് വെക്ന ആയിരിക്കും എന്ന് അനുമാനിക്കുന്ന 11നും ഹോപ്പറും അവനെ കണ്ടെത്തി നശിപ്പിക്കാൻ അവിടേക്ക് കുതിക്കുന്നു. പക്ഷെ മിലിറ്ററി ബേസിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്യുന്ന അവർ വോൾട്ടിനുള്ളിൽ ഉള്ളത് 11ന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും ഡോക്ടർ ബ്രന്നറിന്റെ എക്സ്പെരിമെന്റൽ സബ്ജക്ട്സ് ആയ കുട്ടികളിലെ നമ്പർ 8 കാലിയാണെന്ന് തിരിച്ചറിയുന്നു. അതേസമയം ഹോക്കിൻസിലെ കുട്ടികളെ ഏതോ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ടെന്ന വിവരം മനസ്സിലാക്കിയ ഡോക്ടർ കെ അത് 11ന്റെ പ്രവൃത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടുത്തെ എല്ലാ കുട്ടികളെയും സുരക്ഷിതമായി ഡിറ്റെയിൻ ചെയ്യാൻ സോൾജിയേഴ്സിനെ ഏർപ്പെടുത്തുന്നു. അതിനിടെ വിൽ മറ്റൊരു വിഷൻ കാണുന്നു. ഹോളിയും മറ്റു ചില കുട്ടികളും വെക്നയുടെ ടെന്റക്കിൾസിൽ കുടുങ്ങിക്കിടക്കുന്നതും അവിടെ ടോട്ടൽ 12 കുട്ടികൾക്കുള്ള സ്പേസ് ഉണ്ടെന്നുമാണ് വിഷനിൽ കാണുന്നത്. വെക്നയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ ഈ കാര്യങ്ങൾ അറിയാത്ത മിലിറ്ററി അൺപ്രിപ്പയർഡ് ആണെന്ന് ഭയന്ന് ഇപ്പോൾ റിയൽ വേൾഡിൽ ബാക്കിയുള്ള മുഴുവൻ ടീം മെമ്പേഴ്സും ചേർന്ന് ഡെറിക്കിനെ യൂസ് ചെയ്ത് കുട്ടികളെ ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഈ പ്രിസൺ ബ്രേക്ക് അറ്റംപ്റ്റ് പാളിപ്പോകുന്നു. കാരണം 3 ഡെമോഗോർഗൻസ് അപ്സൈഡ് ഡൗണിൽ നിന്നെത്തി അവർക്കും കുട്ടികൾക്കും ഇടയിൽ നിൽക്കുന്ന എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. എല്ലാവരെയും തോൽപ്പിച്ച ഡെമോഗോർഗൻസ് ഡെറിക് ഉൾപ്പെടെയുള്ള തന്റെ എല്ലാ ടാർഗറ്റ് കുട്ടികളെയും കളക്ട് ചെയ്ത ശേഷം വെക്ന നേരിട്ട് വില്ലിനെ ഫേസ് ചെയ്യാനായി റിയൽ വേൾഡിലേക്ക് എത്തുന്നു. കുട്ടികൾ വീക്ക് ആയതിനാൽ ലോകത്തെ കീഴടക്കാനും റീഷേപ്പ് ചെയ്യാനും ഉള്ള തന്റെ പദ്ധതിക്ക് ഏറ്റവും അനുയോജ്യം അവരാണെന്ന് വെക്ന വില്ലിനോട് പറയുന്നു. ശേഷം അപ്സൈഡ് ഡൗണിലേക്ക് മടങ്ങുമ്പോൾ അവൻ വില്ലിന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലാൻ ഡെമോഗോർഗൻസിനെ ഏൽപ്പിക്കുന്നു. എന്നാൽ അവർക്കിത് ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് വെക്ന തന്നെ ആദ്യം പിടികൂടിയപ്പോൾ തൊട്ടുണ്ടായ അവനുമായുള്ള തന്റെ കണക്ഷൻ തനിക്ക് ഡെമോഗോർഗൻസിനെ ഓവർ പവർ ചെയ്യാനുള്ള സൈക്കിക് എബിലിറ്റി കൂടെ തന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്ന വിൽ വെക്നയുടെ അതേ രീതിയിൽ ഡെമോഗോർഗൻസിന്റെ കൈകാലുകളും കഴുത്തും ഒടിച്ചു കൊന്നുകൊണ്ട് കൂട്ടുകാരെ രക്ഷിക്കുകയും ഇപ്പോൾ ഓൾ പവർഫുൾ ആയി എമേർജ് ചെയ്യുന്ന ഒരു ഗൂസ് ബോംസ് മൊമെന്റോടെ സീസൺ 5 വോള്യൂം 1 അവസാനിക്കുന്നു. സീസൺ 5 വോള്യൂം 1ന്റെ ഒടുവിൽ വില്ലിന് വെക്നയിൽ നിന്നും പവേഴ്സ് ഡ്രോ ചെയ്യാൻ കഴിയുമെന്നും അതിലൂടെ ഹൈവ് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ ശേഷം വോള്യൂം 2ൽ ജോയ്സ് തന്റെ മകനോട് ഈ കണക്ഷൻ യൂസ് ചെയ്ത് വെക്നയെ തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ എൻകറേജ് ചെയ്യുന്നു.
സോ വെക്നയുമായി വില്ലിന് റീകണക്ട് ചെയ്യാൻ മരിച്ചു കിടക്കുന്ന ഒരു ഡെമോഗോർഗന്റെ ശരീരം റേഡിയോ ടവറിലെ ഇലക്ട്രിസിറ്റി കൊണ്ട് റീആനിമേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയ ലൂക്കസ് സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ പ്ലാനിലൂടെ വിൽ ഡെമോഗോർഗന്റെ മൈൻഡിലേക്കും അതുവഴി വെക്നയുടെ തന്നെ മൈൻഡിലേക്കും ആക്സസ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഈ സമയം വെക്ന താൻ പിടികൂടിയ കുട്ടികളുടെ മുന്നിൽ ഹെൻറി ക്രീലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ തന്റെ മെമ്മറി കാസിലേക്ക് കൊണ്ടുവരികയും സ്നേഹം നിറഞ്ഞ പെരുമാറ്റം അഭിനയിച്ച് അവരെ കൺവിൻസ് ചെയ്യുകയുമാണ്. ഇപ്പോ കാസിലിൽ നിന്നും രക്ഷപ്പെട്ട ഹോളി മാക്സിനൊപ്പം രക്ഷപ്പെടാനായി ഒരു വഴി തിരയവേ അവരുടെ എസ്കേപ്പ് പ്ലാൻ ഡെറിക് പറഞ്ഞില്ലെങ്കിൽ അവന്റെ ഫാമിലിയെ മുഴുവൻ കൊന്നുകളയും എന്ന് വെക്ന അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ വെക്ന മാക്സിനെ പിടികൂടുകയും അവളെ ശ്വാസം മുട്ടിക്കാനും തുടങ്ങുമ്പോൾ കൃത്യസമയത്ത് വിൽ അവനുമായി കണക്ട് ചെയ്ത് താൽക്കാലികമായി അവനെ ഓവർ പവർ ചെയ്യുന്നു. ഈ ഗ്യാപ്പിൽ മാക്സും ഹോളിയും പിന്നെയും രക്ഷപ്പെടുന്നു. വെക്ന വീണ്ടും കൺട്രോൾ ഏറ്റെടുക്കുകയും വില്ലിനെ മൈൻഡിൽ നിന്നും ഔട്ട് ആക്കുകയും ചെയ്യുമ്പോൾ വിൽ തെറിച്ചു വീണ് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ അപ്സൈഡ് ഡൗണിലെ ഹോക്കിൻസ് ലാബിൽ ഡസ്റ്റിൻ പറയുന്നത് അവിടെയുള്ള ഏതോ പവർഫുൾ ജനറേറ്റർ കണ്ടെത്തി നശിപ്പിച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഫ്ലഷി വാൾ ഇല്ലാതാക്കി ഹോളിയെയും കുട്ടികളെയും രക്ഷിക്കാം എന്നാണ്. അവൻ സ്റ്റീവിനൊപ്പവും നാൻസിയും ജോനത്തിനും മറ്റൊരു ടീമായും തിരിഞ്ഞ് ആ പവർ സോഴ്സ് അന്വേഷിക്കാൻ തുടങ്ങുന്നു. സെർച്ച് നടക്കുന്നതിനിടെ സ്റ്റീവ് ഡസ്റ്റിന്റെ ഇപ്പോഴത്തെ അരഗന്റായ പെരുമാറ്റത്തെ കുറ്റപ്പെടുത്തുകയും എഡ്ഡിയുടെ മരണം അവൻ ആവശ്യമില്ലാതെ ഹീറോ കളിക്കാൻ നോക്കിയതിന്റെ ബലമാണെന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഡസ്റ്റിൻ സ്റ്റീവിനെ അറ്റാക്ക് ചെയ്യുകയും ഇതിനിടെ അവരുടെ റേഡിയോ ആന്റിന ഒടിയുന്നതോടെ അവർക്ക് മറ്റേ ടീമുമായുള്ള കണക്ഷൻ കട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. പിന്നീട് വഴക്കിട്ട് മാറിയിരിക്കുന്നതിനിടെ ഡസ്റ്റിൻ ഡോക്ടർ ബ്രന്നറിന്റെ ജേർണൽസ് കണ്ടെത്തുകയും അതിൽ നിന്നും അപ്സൈഡ് ഡൗൺ ഒരു ഓൾട്ടർനേറ്റ് ഡിമെൻഷൻ അല്ലെന്നും വെക്ന തന്റെ ലെയർ സൃഷ്ടിച്ചിട്ടുള്ള ശരിക്കുള്ള മറ്റൊരു ഡിമെൻഷനിലേക്ക് എർത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു വേം ഹോൾ അഥവാ ബ്രിഡ്ജ് മാത്രമാണെന്നും കണ്ടെത്തുന്നു. ഡസ്റ്റിൻ മുമ്പ് പറഞ്ഞതുപോലെ ജനറേറ്റർ കണ്ടെത്തി നശിപ്പിച്ച് ആ വാൾ തകർത്താൽ അപ്സൈഡ് ഡൗണിലുള്ള തങ്ങളടക്കമുള്ള സകലതും സ്പേസിലെ വാക്യൂമിലേക്ക് വലിച്ചെടുക്കപ്പെടുമെന്നും അവൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ അവൻ നാൻസിക്കും ജോനത്തിനും മുന്നറിയിപ്പ് നൽകാൻ ശ്രമിക്കുന്നെങ്കിലും റേഡിയോ വർക്ക് ആകാത്തതിനാൽ അതിന് കഴിയുന്നില്ല. ഈ അപകടങ്ങളൊന്നും അറിയാതെ നാൻസി ടെറസിൽ വോം ഹോളിനെ പവർ ചെയ്യുന്ന ഒരു എനർജി സ്പിയർ കണ്ടെത്തുകയും അതിന് നേരെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് ആ വാളിൽ ചെറിയൊരു ഡിസ്ട്രക്ഷൻ സൃഷ്ടിക്കുന്നു. അത് കാരണം ഉണ്ടായ ഹോളിലൂടെ അപ്സൈഡ് ഡൗണിലെ വസ്തുക്കൾ വലിച്ചെടുക്കാൻ തുടങ്ങുമ്പോൾ ആ പരിസരത്തുണ്ടായിരുന്ന ഇലവനെയും ഹോപ്പറേയും കാലിയെയും കൂടി അത് അഫക്ട് ചെയ്യാൻ തുടങ്ങുന്നു. എന്നാൽ ഇലവൻ തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് തന്നെയും കൂടെയുള്ളവരെയും ഷീൽഡ് ചെയ്യുന്നു. ഒപ്പം അവിടെ അവർ റിയൽ വേൾഡിലേക്കുള്ള ഒരു പോർട്ടൽ ഗേറ്റ് കാണുമ്പോൾ ഒരുവിധം അതിനടുത്തേക്ക് എത്തി രക്ഷപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ റിയൽ വേൾഡിൽ എത്തിയ അവർ ജോയ്സും മൈക്കുമായി റീയുണൈറ്റ് ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ എക്സോട്ടിക് മാറ്റർ ഡീസ്റ്റെബിലൈസ്ഡ് ആകുമ്പോൾ ഹോക്കിൻസ് ലാബ് ഉരുകി ഒലിക്കാൻ തുടങ്ങുകയും അത് കാരണം നാൻസിയും ജോനത്തനും ഒരു റൂമിലേക്ക് വീണ് അവിടെ കുടുങ്ങി പോവുകയുമാണ്. രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളൊന്നും കാണാതെ മരണം ഉറപ്പിക്കുമ്പോൾ അവർ തങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് ഏറ്റുപറയുകയും തങ്ങളുടെ ബോണ്ട് സത്യത്തിൽ റൊമാൻറ്റിക് കോമ്പാറ്റബിലിറ്റി കാരണമല്ല ഷെയർഡ് ട്രോമ കൊണ്ട് മാത്രമായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്പോഴും പരസ്പരം കെയർ ചെയ്യുന്നുണ്ടെങ്കിലും അവർ ബ്രേക്കപ്പ് ആവുന്നു ആൻഡ് ഒരുമിച്ച് മരിക്കാൻ തയ്യാറെടുക്കുന്നു. സ്റ്റീവ് അവരെ രക്ഷിക്കാൻ ഓടുന്നതിനിടെ ഡസ്റ്റിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയും എഡ്ഡിയുടെ മരണത്തിന്റെ എഫക്റ്റ് തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നും സ്റ്റീവിനെ കൂടെ നഷ്ടപ്പെടാൻ തനിക്ക് കഴിയില്ലെന്നും അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് അവർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് എക്സോട്ടിക് മാറ്റർ ഇപ്പോൾ വീണ്ടും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട് ആൻഡ് ലാബ് ഉരുകി ഒലിക്കുന്നത് നിന്നിരിക്കുന്നു. സോ ഇപ്പോൾ ജോനത്തനും നാൻസിയും സേഫ് ആണ്. അവർ 4 പേരും റീയുണൈറ്റ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്നു. ഈ സമയം അൺകോൺഷ്യസ് ആയിരിക്കുന്ന വില്ലിനെ വെക്ന അവന്റെ തന്നെ മനസ്സിനുള്ളിൽ നേരിടുന്നു. കുട്ടിക്കാലത്ത് വില്ലിനെ താൻ ആദ്യം ക്യാപ്ചർ ചെയ്ത സമയത്ത് ഹോക്കിൻസിനെ അപ്സൈഡ് ഡൗണുമായി ലിങ്ക് ചെയ്യുന്ന ടണൽസ് നിർമ്മിക്കാൻ തന്നെ സഹായിച്ചത് വിൽ തന്നെയാണ് എന്ന് വെക്ന വെളിപ്പെടുത്തുന്നു. പുതുതായി പിടികൂടിയ 12 കുട്ടികളെ ഉപയോഗിച്ച് തന്റെ ലോകം പൂർണ്ണമായും ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് വെക്നയുടെ ഇപ്പോഴത്തെ പദ്ധതി. ഒപ്പം അവൻ വില്ലിനെ ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ ഇപ്പോൾ കോമയിൽ കിടക്കുന്ന മാക്സിന്റെ റിയൽ ബോഡി ട്രാക്ക് ചെയ്യുകയും അവളെ കൊല്ലാനായി ഡെമോഡോഗ്സിനെ അയക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ 11 വില്ലിന്റെ മൈൻഡിലേക്ക് പ്രവേശിച്ച് അവനെ ഉണരാൻ സഹായിക്കുന്നു. ബോധം വീണ്ടെടുത്ത വിൽ മാക്സ് അപകടത്തിലാണെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനോടകം ലൂക്കസ് റോബിനും ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. റോബിന്റെ ലവർ വിക്കി ഇപ്പോൾ അവരിൽ നിന്നും ഹോക്കിൻസിനെ എഫക്ട് ചെയ്തിരിക്കുന്ന സൂപ്പർ നാച്ചുറൽ ഇവന്റ്സിനെ പറ്റി മനസ്സിലാക്കുന്നു. ശേഷം റോബിൻ, വിക്കി, ലൂക്കസ് എന്നിവർ കോമയിലുള്ള മാക്സിന്റെ ബോഡിയുമായി ഹോസ്പിറ്റൽ ബേസ്മെന്റിൽ ഒളിച്ചിരിക്കുമ്പോൾ അവരെ പിടിക്കാൻ അവിടെ എത്തുന്ന ഡെമോഡോഗ്സിനെ ഒരു ഓക്സിജൻ മാസ്കും വാഷിംഗ് മെഷീനും വെച്ചുള്ള ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് പരിക്കേറ്റ് അതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന കാരൻ വീലർ അവരെ രക്ഷിക്കുന്നു. മറ്റൊരിടത്ത് ഹെൻറിയുടെ മൈൻഡ്സ്കേപ്പിൽ മാക്സും ഹോളിയും ഒരു ഹിഡൻ ടണൽ കണ്ടെത്തുകയും അതിനുള്ളിൽ ഹെൻറിയുടെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറി കാണുകയും ചെയ്യുന്നു.
അതായത് കൊച്ചു ഹെൻറി ഒരിക്കൽ അതിനുള്ളിൽ വെച്ച് പരിക്കേറ്റ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പരിഭ്രാന്തനായ അയാൾ അവനെ ഷൂട്ട് ചെയ്തു. ഹെൻറി അയാളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും തുടർന്ന് അയാളുടെ ബ്രീഫ് കേസ് മോഷ്ടിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് മാക്സും ഹോളിയും തങ്ങളുടെ എസ്കേപ്പ് അറ്റംപ്റ്റ് തുടർന്നു. ഇപ്പോൾ തന്റെ രക്ഷപ്പെടലിനുള്ള യഥാർത്ഥ കീ തന്റെ ഫേവറേറ്റ് സോങ് അല്ലെന്നും അത് ഇനിയും തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ലൂക്കസുമായുള്ള തന്റെ കണക്ഷൻ ആണെന്നും മാക്സ് മനസ്സിലാക്കുന്നു. ഹോളിക്ക് തന്റെ ഒപ്പം വരാൻ കഴിയില്ലെന്നും അവൾക്ക് രക്ഷപ്പെടാനുള്ള പോർട്ടൽ അവൾ തന്നെ കണ്ടെത്തണമെന്നും പറയുന്ന മാക്സ് ഹോളിക്ക് അതിനായുള്ള സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാനുള്ള മോട്ടിവേഷൻ നൽകുകയും വേണ്ട സമയത്ത് റിയൽ വേൾഡിൽ നിന്നും സഹായം എത്തുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ശേഷം മാക്സ് തന്റെ പോർട്ടലിലൂടെ റിയൽ വേൾഡിലേക്ക് രക്ഷപ്പെടുകയും അവിടെ ലൂക്കസുമായി ഇമോഷണലി റീയൂണൈറ്റ് ചെയ്യുകയുമാണ്. ഒപ്പം അപ്സൈഡ് ഡൗണിൽ ട്രാപ്ഡ് ആയിരുന്നവർ കൂടി തിരികെ എത്തിയതോടെ ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. സയൻസ് ടീച്ചറായ മിസ്റ്റർ ക്ലാർക്കിന്റെ കൂടെ സഹായത്തോടെ അവർ ഹോളിയെ രക്ഷിക്കാനും വെഗ്നയെ ഡിഫീറ്റ് ചെയ്യാനുമുള്ള ഒരു ഫൈനൽ പ്ലാൻ തയ്യാറാക്കുന്നു. ഡോക്ടർ ബ്രന്നറിന്റെ ജേർണൽസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് വെഗ്നയുടെ ലെയർ ഒരു സ്കൈ റെൽമിലാണ് നിൽക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡസ്റ്റിൻ അവിടം അബിസ് എന്ന് പേരിട്ട് വിളിക്കുകയും 11 മേൽ ആദ്യമായി എക്സ്പെരിമെന്റ്സ് നടക്കുമ്പോൾ അവൾ ഹെൻറിയെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപ്സൈഡ് ഡൗണിന്റെ രൂപത്തിലുള്ള വേം ഹോൾ ബ്രിഡ്ജ് രൂപപ്പെട്ടതെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. തട്ടിക്കൊണ്ടുപോയ കുട്ടികളെ ഉപയോഗിച്ച് ഭൂമിയെയും അബിസിനെയും മർജ് ചെയ്ത് തനിക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ലോകമാക്കാനാണ് വെഗ്ന ഉദ്ദേശിക്കുന്നത്. വിൽ ആദ്യമായി കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസമായ നവംബർ 6ന്റെ ആനിവേഴ്സറി ആയ ഇന്നത്തെ ദിവസം രാത്രി തന്നെയാവും വെഗ്ന തന്റെ ഫൈനൽ സ്കീം നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്ന് ലൂക്കസും ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. ഒരു ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്താവണം എന്ന് എല്ലാവരും തർക്കിക്കുന്നതിനിടെ സ്റ്റീവ് ഒരു ബ്രില്യന്റ് ഐഡിയ സജസ്റ്റ് ചെയ്യുന്നു. അബിസ് ഭൂമിയോട് കൂടുതൽ അടുത്തെത്തുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ശേഷം അപ്സൈഡ് ഡൗണിലെ റേഡിയോ ടവർ ഉപയോഗിച്ച് വെഗ്നയുടെ ലെയർ ബ്രീച്ച് ചെയ്തുകൊണ്ട് കുട്ടികളെ രക്ഷിക്കാം. ഒപ്പം 11 വെഗ്നയുടെ മൈൻഡിലേക്ക് കടന്ന് അവനെ തോൽപ്പിക്കുകയും ചെയ്യാം. ഇതാണ് സ്റ്റീവിന്റെ ഐഡിയ. മിഷൻ കഴിഞ്ഞ് എല്ലാവരും രക്ഷപ്പെടുന്നതിനൊപ്പം എനർജി സ്പിയറിൽ ഒരു ബോംബ് ഡെറ്റണേറ്റ് ചെയ്തുകൊണ്ട് അപ്സൈഡ് ഡൗൺ പൂർണ്ണമായും നശിപ്പിച്ചാൽ പിന്നെ അബിസിന് ഒരിക്കലും ഭൂമിയിലേക്ക് അടുക്കാൻ കഴിയില്ല എന്നൊരു സജഷൻ ഡസ്റ്റിനും മുന്നോട്ട് വെക്കുന്നു. സോ ഫൈനൽ ബാറ്റിലിനായുള്ള പ്രിപ്പറേഷൻസ് നടക്കവേ വിൽ തന്റെ ഗ്രൂപ്പിനോട് മുഴുവനായി തന്റെ സെക്ഷൽ ഓറിയന്റേഷൻ വെളിപ്പെടുത്തുന്നു. തിരിച്ച് ഗ്രൂപ്പിലെ മുഴുവൻ പേരുടെ റെസ്പോൺസ് സ്നേഹവും പിന്തുണ നൽകുന്നതും ആയിരുന്നതിനാൽ അവൻ ഇപ്പോൾ തന്റെ എല്ലാ പേടികളും മറന്ന് വെഗ്നയെ നേരിടാൻ ധൈര്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ അവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഹെൻറിയെയും തങ്ങളെയും പോലെയുള്ള കൂടുതൽ സൂപ്പർ പവേർഡ് കുട്ടികളെ സൃഷ്ടിക്കാൻ ഡോക്ടർ കെ കാലിയുടെ ബ്ലഡ് യൂസ് ചെയ്തിരുന്നു എന്നാണ് അവൾ പറയുന്നത്. ഡോക്ടർ കെ ബ്രന്നറിന്റെ പരീക്ഷണങ്ങൾ തുടരുകയാണ്. എന്നാൽ തന്റെ ബ്ലഡ് അത്രത്തോളം പവർഫുൾ അല്ലാത്തതിനാൽ അവരുടെ എക്സ്പെരിമെന്റ്സ് ബലം കണ്ടില്ല. പക്ഷെ 11 ഹെൻറിയോളം തന്നെ പവർഫുൾ ആയതിനാൽ അവളുടെ ബ്ലഡ് ഇതിനെ സഹായിക്കും. ഇനിയിപ്പോ ഡോക്ടർ കെ ഇല്ലാതായാലും അവർക്ക് പകരം മറ്റൊരാൾ വരിക തന്നെ ചെയ്യും. സോ ഇത്തരം എക്സ്പെരിമെന്റ്സ് തടയാനും തങ്ങളെപ്പോലെ ഭാവിയിൽ കൂടുതൽ കുട്ടികൾ സഫർ ചെയ്യാതിരിക്കാനും മിഷന് ശേഷം അപ്സൈഡ് ഡൗൺ നശിക്കുമ്പോൾ അതിനോടൊപ്പം തങ്ങളും ഇല്ലാതാകണം എന്നാണ് കാലി പറയുന്നത്. ഇപ്പോൾ ഫൈനൽ ബാറ്റിൽ തുടങ്ങാനായി എറിക്കയുടെയും മിസ്റ്റർ ക്ലാർക്കിന്റെയും സഹായത്തോടെ നമ്മുടെ ഹീറോസ് അപ്സൈഡ് ഡൗണിലേക്കുള്ള പോർട്ടലിലേക്ക് എത്താൻ മിലിറ്ററി കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നു. അപ്സൈഡ് ഡൗണിലേക്ക് കടന്ന ശേഷം നാൻസി, ജോനത്തൻ, സ്റ്റീവ്, റോബിൻ, ജോയ്സ്, വിൽ, മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ് എന്നിവർ റേഡിയോ ടവർ ലക്ഷ്യമാക്കി പോകുന്നു. ഹോളിയും മറ്റു കുട്ടികളും ഹെൻറിയുടെ മൈൻഡ്സ്കേപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അബിസിൽ നിന്ന് താഴെ എത്തിക്കാനായി അവിടേക്ക് പോകാൻ അവർ റേഡിയോ ടവറിലൂടെ മുകളിലേക്ക് കയറുന്നു. അതേസമയം ഹോപ്പർ 11 കാലിക്കും വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുമ്പോൾ മുറേ ഹോക്കിൻസ് ലാബിൽ C4 എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സിസ്റ്റേഴ്സ് ഒന്നിച്ച് വെഗ്നയുടെ മെമ്മറീസിലൂടെ തങ്ങളെ ഗൈഡ് ചെയ്യാനായി റിയൽ വേൾഡിലെ റേഡിയോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്ന മാക്സിനെ കൂടെ മൈൻഡ് ട്രാവലിലേക്ക് കൊണ്ടുവരുന്നു. ഒടുവിൽ അവർ ഹെൻറിയുടെ മൈൻഡ് കാസ്റ്റിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അവർ അവിടെ നിന്നും ഇറങ്ങി കേവ് ലക്ഷ്യമാക്കി ഓടുന്നതിനിടെ വെഗ്ന ഹോപ്പറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് 11ന്റെ സാക്രിഫൈസിനുള്ള പ്ലാൻ വെളിപ്പെടുത്തുന്നു. വെഗ്ന കാരണം മാനിപ്പുലേറ്റഡ് ആയ ഹോപ്പർ 11നെ ഹെൻറിയുടെ മെമ്മറീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ഒപ്പം കാലിയും മാക്സും കൂടെ അവിടെ നിന്നും ഔട്ടായി പോകുന്നു. ഇപ്പോൾ മറ്റു കുട്ടികളെ വെഗ്നയിൽ നിന്നും രക്ഷപ്പെട്ട് കേവിലേക്ക് നയിക്കേണ്ടത് ഹോളിയുടെ ടാസ്കായി മാറുന്നു. അതേസമയം കേണൽ ഏക്കേഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു ടീം ഓഫ് സോൾജിയേഴ്സ് 11നെ പിടികൂടാൻ അപ്സൈഡ് ഡൗണിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 11 അവരെ എല്ലാവരെയും കൊല്ലുന്നെങ്കിലും ഏക്കേഴ്സ് മരിക്കുന്നതിന് മുൻപ് അവൻ കാലിയെ ഷൂട്ട് ചെയ്യുകയും അവൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. അബിസിലാകട്ടെ വിൽ വെഗ്നയുടെ മൈൻഡിലേക്ക് കണക്ട് ചെയ്യുകയും ഹെൻറി ക്രീലിന്റെ പാസ്റ്റിനെ കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. കൊച്ചു ഹെൻറി പണ്ട് ടണലിൽ വെച്ച് കണ്ട വ്യക്തിയുടെ സ്യൂട്ട് കേസിൽ ഉണ്ടായിരുന്നത് മൈൻഡ് ഫ്ലെയറിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആയിരുന്നു. അത് ഹെൻറിയെ പൊസസ് ചെയ്യുകയും അവന്റെ ബ്ലഡിനെ ഇൻഫെക്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അവന് പവേഴ്സ് ലഭിച്ചത്.
ഈ ഈവിൽ പവറിൽ നിന്ന് പിന്മാറാൻ ഹെൻറിയെ പ്രേരിപ്പിക്കാൻ വിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പകരം വെക്ന മൈൻഡ് ഫ്ലെയറിനോട് ചേർന്ന് നിന്ന് ഭൂമിയെ കീഴടക്കുക എന്നതാണ് തന്റെ ലക്ഷ്യം എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ വെക്നയുടെ ലെയർ എന്നത് മൈൻഡ് ഫ്ലെയറിന്റെ ഫിസിക്കൽ ബോഡി തന്നെയാണെന്ന് കൂടി നമുക്ക് കാണാം. അത് പുനർജീവിച്ചുകൊണ്ട് എബിസിലെത്തിയ നമ്മുടെ ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്സൈഡ് ഡൗണിൽ ഹോപ്പർ 11നോട് അവൾ തന്റെ പവേഴ്സിൽ മാത്രമല്ല വിശ്വസിക്കേണ്ടതെന്നും അവൾക്ക് ഫ്യൂച്ചറിൽ ഒരു ബെറ്റർ ലൈഫ് ഉണ്ടാകുമെന്നും അവൾക്ക് ആസ്വദിക്കാൻ കഴിയാതെ പോയ ഒരു ചൈൽഡ്ഹുഡ് നാളെ അവൾക്കൊരു കുഞ്ഞുണ്ടായാൽ അതിനെങ്കിലും നൽകാം എന്നുകൂടി വിശ്വസിക്കണം എന്നും പറയുന്നു. ശേഷം അവർ ഒരു ഇമോഷണൽ ഫെയർവെൽ ഷെയർ ചെയ്ത ശേഷം 11 വെക്നയുമായുള്ള ഒരു ഫൈനൽ കോൺഫ്രണ്ടേഷന് വേണ്ടി അബിസിലേക്ക് എത്തുന്നു. അവൾ ലെയറിനുള്ളിൽ കടന്ന് വെക്നയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ള ടീം ഒത്തുചേർന്ന് മൈൻഡ് ഫ്ലെയറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അവൾ ഏതാണ്ട് കീഴ്പ്പെടുകയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടതായും തോന്നുന്ന അതേ മൊമെന്റിൽ വിൽ വീണ്ടും വെക്നയുമായി റീകണക്ട് ചെയ്ത് അവനെ ദുർബലപ്പെടുത്തുന്നു. അതോടെ വില്ലും 11ഉം ചേർന്ന് വെക്നയെ പരാജയപ്പെടുത്തി ഒരു ഷാർപ്പ് സ്ട്രക്ചറിൽ കൊണ്ടുചെന്ന് തറയ്ക്കുന്നു. ആൻഡ് പുറത്തുള്ള ടീം ഇപ്പോൾ മൈൻഡ് ഫ്ലെയറിനെയും ഡെസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. നാൻസിയും കൂട്ടരും അകത്തേക്കെത്തി ഹോളിയെയും മറ്റു കുട്ടികളെയും രക്ഷിക്കുകയും ഒപ്പം ജോയ്സ് വെക്നയെ പലതവണ വെട്ടി പരിക്കേൽപ്പിക്കുകയും അവന്റെ തല തന്നെ മുറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ട് അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ശേഷം ഗ്രൂപ്പ് അപ്സൈഡ് ഡൗണിൽ ബോംബുകൾ സെറ്റ് ചെയ്ത ശേഷം അവിടെ നിന്നും പുറത്തു കടക്കുമ്പോൾ ഡോക്ടർ കെയുടെ നേതൃത്വത്തിൽ അവിടെ കാത്തുനിന്ന ആർമി അവരെ പിടികൂടുന്നു. താൻ ഒരിക്കലും സ്വതന്ത്രയാകില്ലെന്ന് മനസ്സിലാക്കിയ 11 അപ്സൈഡ് ഡൗണിന്റെ എൻട്രൻസിൽ തന്നെ നിന്നുകൊണ്ട് അവിടം തകരുന്നതിനൊപ്പം ഇല്ലാതാകാൻ തയ്യാറാകുന്നു. ഒപ്പം മൈക്കും അവളുടെ ഫ്രണ്ട്സും മറ്റു വേണ്ടപ്പെട്ടവരും ഹാർട്ട് ബ്രോക്കണായി ആ കാഴ്ച നോക്കി നിൽക്കാൻ നിർബന്ധിതരാകുന്നു. 18 മാസങ്ങൾക്ക് ശേഷം ഹോക്കിൻസ് ഇപ്പോൾ ശാന്തമാണ്. എല്ലാവരും തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ജോനത്തൻ ന്യൂയോർക്കിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു സിനിമ തയ്യാറാക്കാൻ ശ്രമിക്കുന്നു. നാൻസി കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത ശേഷം ഹെറാൾഡ് ന്യൂസ് പേപ്പറിൽ ട്രെയിനിയായി കയറി. സ്റ്റീവ് ഹോക്കിൻസിൽ തന്നെ തുടർന്നുകൊണ്ട് സ്കൂളിലെ സ്പോർട്സ് കോച്ചും സെക്സ് എഡ്യൂക്കേഷൻ ടീച്ചറുമായി സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. റോബിൻ ഇപ്പോഴും സ്ക്വാക്ക് റേഡിയോയിൽ ജോക്കിയായി തുടരുന്നു. വ്യത്യസ്ത വഴികളിലാണെങ്കിലും തങ്ങളുടെ ഈ സൗഹൃദം എന്നും നിലനിർത്തും എന്നവർ പ്രോമിസ് ചെയ്യുന്നു. ഹോപ്പർ ഇപ്പോൾ ഫൈനലി ജോയ്സിനെ പ്രപ്പോസ് ചെയ്യുന്നു. എൻഗേജ്ഡ് ആയ ശേഷം മോൺടെക് എന്ന സ്ഥലത്തേക്ക് താമസം മാറാനാണ് അവരുടെ പ്ലാൻ. അവിടെ ബീച്ചിന് സമീപമുള്ള ലൈഫ് ഹോക്കിൻസിലെ ഓർമ്മകളിൽ നിന്ന് മാറി ഒരു പുതിയ തുടക്കം നൽകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. മൈക്ക്, ഡസ്റ്റിൻ, ലൂക്കസ്, വിൽ, മാക്സ് എന്നിവർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഡസ്റ്റിൻ ഇപ്പോൾ കോളേജ് എഡ്യൂക്കേഷനായി പോയെങ്കിലും ഇപ്പോഴും ഫ്രണ്ട്സുമായി എസ്പെഷ്യലി സ്റ്റീവുമായുള്ള ഫ്രണ്ട്ഷിപ്പ് തുടരുന്നുണ്ട്. ലൂക്കസിന്റെ മാക്സിന്റെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. വിൽ ന്യൂയോർക്കിലേക്ക് മൂവ് ചെയ്ത് അവിടെ ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ ലൈഫ് നയിക്കുന്നു. മൈക്ക് ആകട്ടെ തങ്ങളുടെ ചൈൽഡ്ഹുഡ് അഡ്വഞ്ചേഴ്സിൽ നിന്നും ഇൻസ്പയർഡ് ആയി ഒരു റൈറ്റിംഗ് കരിയറാണ് തിരഞ്ഞെടുത്തത്. തങ്ങളുടെ ഒരു ഫൈനൽ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ഗെയിമിനിടെ മൈക്ക് ഒരു തിയറി മുന്നോട്ട് വെക്കുന്നു. 11 ശരിക്കും ഇല്ലാതായിട്ടില്ലെന്നും കാലി മരിക്കുന്നതിന് മുൻപ് അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് പ്രകാരം സൃഷ്ടിച്ച് 11ന്റെ ഒരു കാസ്റ്റ് ഇമേജ് മാത്രമാണ് അപ്സൈഡ് ഡൗണിനൊപ്പം ഇല്ലാതായതായി തങ്ങൾ കണ്ടതെന്നുമാണ് അവൻ പറയുന്നത്. ഡോക്ടർ കെയുടെയും ആർമിയുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് 11 ദൂരെ എവിടേക്കോ പോയി അവിടെ സമാധാനമായി ജീവിക്കുന്നുണ്ടാവും എന്ന് മൈക്കിനും ഫ്രണ്ട്സിനും ഒപ്പം നമുക്കും വിശ്വസിക്കാൻ ഈ തിയറി ഹെൽപ്പ് ചെയ്യുന്നു. തങ്ങളുടെ ഫൈനൽ ഗെയിം അവസാനിപ്പിച്ച് അവർ ആ ബേസ്മെന്റിൽ നിന്നും പുറത്തേക്കും അതുവഴി തങ്ങളുടെ അഡൾട്ട്ഹുഡിലേക്കും കടക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഹോളിയും ഡെറിക്കും അടങ്ങുന്ന മറ്റൊരു സംഘം കുട്ടികൾ ബേസ്മെന്റിലേക്ക് എത്തി അവരുടേതായ ഒരു പുതിയ ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് ക്യാമ്പയിൻ ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ പുതിയൊരു അഡ്വഞ്ചറിന് റെഡിയാകുന്ന അവരെ സന്തോഷത്തോടെ നോക്കിയ ശേഷം മൈക്ക് ഡോർ ക്ലോസ് ചെയ്ത് പോകുന്നിടത്ത് സ്ട്രേഞ്ചർ തിങ്സ് സീരീസ് അവസാനിക്കുന്നു.